സ്തോത്രം വേണ്ടുവരുന്നവനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിലും നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് വിശുദ്ധ ഞായറാഴ്ചയുടെ പകൽക്കാലം സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിച്ച് വിടുതൽ പ്രാപിക്കുവാനും സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ നമുക്കൊരുക്കി തന്ന ശ്രേഷ്ഠകരമായ നല്ല അനുഭവത്തിനായി, നല്ല സാവകാശത്തിനായി നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കൊരുമിച്ച് ആ നല്ല കർത്താവിനെ മടികൂടാതെ അധരങ്ങളെ തുറന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഇന്നയോളം നടത്തിയ നല്ല കർത്താവിനെ തകർന്നും തളർന്നും മടുത്തും പോയ സ്ഥാനത്തും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ പ്രത്യാശിക്കുവാൻ തക്കവണ്ണം മുഖാന്തരങ്ങളെ ഒരുക്കി നൽകിയ നല്ല കർത്താവിനെ, വിശ്വാസത്തിൻ്റെ നായകനായി പൂർത്തി വരുത്തുന്നവനായി നമുക്ക് മുൻപിലുള്ള നല്ല കർത്താവിനെ ഈ നല്ല പകലിൽ നമുക്ക് മടികൂടാതെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നന്ദി കർത്താവേ, നന്ദി രാജാവേ, നന്ദി യേശുവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹോളിനകത്തായിരിക്കുന്നവർ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കുന്നവർ ഒരു നിമിഷം അധരങ്ങൾ കൊണ്ട് ഹൃദയത്തെ തുറന്ന് സ്തുതിച്ച് നല്ല കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. കരങ്ങളെ തട്ടി ആ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ രാജാവിന്, കർത്താവിന്, രാജാതിരാജാവിന് മഹത്വം ചൊല്ലിയാട്ടെ. റാധിയ ഷഖ റദരേ ഷന്ധാരകന അന്യഭാഷകളിൽ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. സ്വർഗത്തിൽ നിന്ന് ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തിൽ സറാബുകൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന നല്ല കർത്താവിനെ അധരങ്ങളെ തുറന്ന് കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ, ദൂതന്മാരുടെ ഭാഷകളിൽ ഈ പകലിലും റാധിയ ഷഖാരദരേ ഷന്ധാരകന ദീപൽ ബൗഡ ഷന്ധൂർഗന യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി രാജാവേ, നന്ദി യേശുവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, ഞങ്ങളങ്ങേ വാഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. സകലമാനവും സകല മഹത്വവും സകല പുകഴ്ചയും അങ്ങേക്ക് തന്നെ ഈ നല്ല പകലിലും ആയിരിക്കട്ടെ. പ്രാർത്ഥനയുടെ പ്രതീക്ഷയോടെ ഹോളിനകത്തായിരിക്കുന്നവർ, ലൈവിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടായിരിക്കുന്നവർ, നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ഇനി തുടർന്ന് ഈ ലൈവിൻ്റെ വീഡിയോകൾ കണ്ട് നല്ല കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും പ്രാപിക്കുവാനും പോകുന്നവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഒരുമിച്ച് ഇന്ന് നടക്കുന്ന വിശുദ്ധ സഭാരാധനയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ വിശുദ്ധ വേദപുസ്തകം കരങ്ങളിലുള്ളവർ ബൈബിൾ തുറന്ന് ഏറ്റവും അവസാന ഭാഗത്ത്, എല്ലാവരും ബൈബിൾ കയ്യിലുള്ള എല്ലാവരും വിശുദ്ധ വേദപുസ്തകം എടുത്ത് അവസാന ഭാഗം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് വായിക്കും. ബൈബിൾ കയ്യിലില്ലാത്തവർ സ്ക്രീനിലേക്ക് നോക്കുക, ചേർന്ന് വായിക്കുക. വെളിപ്പാട് പുസ്തകം, യോഹന്നാനുണ്ടായ വെളിപ്പാട് 3-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. യോഹന്നാനുണ്ടായ വെളിപ്പാട് 3-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചേർന്ന് വായിച്ച് ദിവസനിൽ നമ്മെ തന്നെ സമർപ്പിച്ച് അല്പമായി ഈ പകലിലും നമ്മൾ ധ്യാനിക്കും. 7-ാമത്തെ വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നു: ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്കൽപ്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദനെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയുള്ളവരെക്കുറിച്ച് എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവനൊരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. ഒരു നിമിഷം കൂടെ തലകളെ വണക്കാം, കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല പകലിലും ഞങ്ങളെ ക്ഷേമമായി പരിപാലിച്ച് ക്ഷാമം പടിവാതിൽക്കൽ മുട്ടിവിളിച്ച സമയങ്ങളിലും ദാരിദ്ര്യം ഞങ്ങളുടെ ജീവിതത്തെ കാർന്നു തിന്നാതെ ജീവനും ഭക്തിക്കും വേണ്ടത് നൽകി ഞങ്ങളെ പാലിച്ച കർത്താവേ, പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇതിനകത്ത് ഒരുമിച്ചായിരിക്കുന്നു. അപ്പാ, പുറത്ത്
ഞങ്ങൾ അനുഭവിച്ച വേദനകളുണ്ട്, പുറത്ത് ഞങ്ങളുടെ കണ്ണുനീരുണ്ട്, പുറത്ത് ഞങ്ങളുടെ സങ്കടങ്ങളുണ്ട്. എങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നില്ല. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ നല്ല കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾക്കൊരു പൂർത്തീകരണം വരുത്തുമെന്ന് ഞങ്ങൾ ഇന്ന് വിശ്വസിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. വചനം പോലെ അങ്ങിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ശ്രേഷ്ഠകരമായ അത്ഭുതത്തെ പ്രവർത്തിക്കണമേ. ഹോളിനകത്തായിരിക്കുന്നവരുടെ ജീവിതത്തിൽ, ദേശത്തിൽ ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്നവരുടെ ജീവിതത്തിൽ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഞങ്ങൾക്കൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായതൊന്ന് അളവ് കുറയാതെ സ്വർഗമങ്ങ് ചെയ്ത് പ്രിയപ്പെട്ടവരെ മാനിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഒരുമിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ, കരങ്ങളിലെടുത്താട്ടെ, പ്രയോജനപ്പെടുത്തിയാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന് പകലിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കും. വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പമായിരുന്നാട്ടെ. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, സഭ ശുശ്രൂഷകൻ എന്ന നിലയിൽ അതെ എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും പ്രത്യാശയും ഇതാണ്. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഏറ്റവും നല്ല ആഴ്ചയായിരിക്കും. അതെ, അത് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഴ്ച ഏറ്റവും നന്മ നിറഞ്ഞ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠകരമായ ആഴ്ച തന്നെ ആയിരിക്കട്ടെ. ഒരു പക്ഷേ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഏറെ കലങ്ങി, ഏറെ വേദനയോടെ ആയിരിക്കുന്നവരുടെ ഉള്ളിൽ ഒരു വേദന തിങ്ങി വന്നേക്കാം, ഒരു മുറിപ്പാടിൽ നീറ്റൽ ഉണ്ടായേക്കാം. നല്ലത് ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ലല്ലോ, നല്ലത് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ലല്ലോ. ഇന്ന് ഈ പകലിൽ ആ നല്ലതിലേക്ക് നിങ്ങളെ നടത്തുവാൻ കഴിവുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കുന്നു. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും, നല്ലതിലേക്ക്, നന്മയിലേക്ക് എൻ്റെ കർത്താവിന് എന്നെ നടത്തുവാൻ കഴിയും? എൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് എൻ്റെ കർത്താവിന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. എൻ്റെ കണ്ണുനീരിന് അവസാനം വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നഷ്ടപ്പെട്ടു പോയ എൻ്റെ പ്രതീക്ഷകൾക്ക് പൂർത്തീകരണം വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഞാൻ ഒന്നുമില്ലാത്തതായി, ഞാൻ ആരുമില്ലാത്തവനായി തീർന്ന സ്ഥാനത്ത് എനിക്ക് വേണ്ടി ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതേ, എൻ്റെ ദൈവത്തിന് കഴിയും. കേൾക്കുന്ന പ്രിയരെ, ഈ പകലിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പറയട്ടെ, നിങ്ങളുടെ കണ്ണുകളെ മോഹിപ്പിക്കുന്ന, നിങ്ങളെ കൊതിപ്പിക്കുന്ന, നിങ്ങളെ സന്തോഷത്തിൽ ആറാടിപ്പിക്കുന്ന ഓരോ നല്ലതുകൾക്ക് പിൻപിലും ഞരക്കത്തിൻ്റെ, കണ്ണുനീരിൻ്റെ, നിലവിളിയുടെ, കഷ്ടപ്പാടിൻ്റെ, സഹനത്തിൻ്റെ പല രാത്രികളുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ആമേൻ. ഓരോ നല്ലതിന് പിൻപിലും, ഒരു പക്ഷേ ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ആമേൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുവാൻ ദൈവം അവസരം നൽകിയിട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ പാറിപ്പോകും. ആമേൻ. അപ്പോൾ മനോഹരമായ കെട്ടിടങ്ങൾ നിങ്ങൾക്ക് കാണുവാനായി കഴിയും. ഒരുപക്ഷെ അത് ആദ്യം കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ പലവരും കണ്ടതായിരിക്കാം. മോഹിപ്പിക്കുന്ന ഒരു രൂപം അതിന് കാണും, മനോഹരമായ വർണ്ണത്തിൽ അത് പെയിന്റ് ചെയ്തിരിക്കാം. അങ്ങനെ അത് നിങ്ങളെ മോഹിപ്പിക്കുന്നുവെങ്കിൽ, അത് നിങ്ങളെ കൊതിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ പറയും നല്ല ഭവനം, നിങ്ങൾ പറയും നല്ല ഭവനം, നിങ്ങൾ പറയും നല്ല ഭവനം. അതെ, പുറത്തുള്ള നമ്മൾ പറയും നല്ല ഭവനം. എന്നാൽ ആ ഭവനം പണിഞ്ഞവനെ വിളിച്ച് അവനോട് ചോദിച്ചാൽ അവൻ പറയും, എത്രയോ രാത്രികളിലെ ഞങ്ങളുടെ കണ്ണുനീർ, എത്രയോ രാത്രികളുടെ ഞങ്ങളുടെ ആമേൻ ഉറക്കമില്ലായ്മയുടെ അനുഭവങ്ങൾ, എത്രയോ രാത്രികൾ ഉറങ്ങുവാൻ കഴിയാതെ ഉള്ളതെല്ലാം നുള്ളിപ്പറക്കി ഇതെങ്ങനെ ചേർത്ത് വെച്ചാൽ ഇതുകൊണ്ട് എങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ഹൃദയത്തിലുള്ളതുപോലെ മനോഹരമായൊരു ഭവനം ചമയ്ക്കുവാൻ കഴിയുമെന്ന് തീയിലും വെള്ളത്തിലുമല്ലാതെ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് കാണുന്ന മനോഹരമായ, നമ്മുടെ കണ്ണിന് കുളിർമ പകരുന്ന മനോഹരമായ ഓരോ ഭവനങ്ങളും. അങ്ങനെയെങ്കിൽ നല്ലതൊന്ന് നിങ്ങൾ കാണുവാൻ ആഗ്രഹിച്ചായിരിക്കുമ്പോൾ തിരിച്ചറിയണമേ, പിന്നിൽ കണ്ണുനീരിൻ്റെ ഒത്തിരി രാത്രികളുണ്ട്, പിന്നിൽ വേദനയുടെ ഒത്തിരി രാത്രികളുണ്ട്, പിന്നിൽ കഷ്ടപ്പാടിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും ഒത്തിരി സമയങ്ങളുണ്ട്. തിരികെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് കണ്ണുനീരിൻ്റെ ഒത്തിരി രാത്രികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒത്തിരി വേദനയുടെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, സഹനത്തിൻ്റെതായ വഴിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നല്ലത് നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. വേദനയുടെ, കണ്ണുനീരിൻ്റെ, ഇരുട്ടിൻ്റെ അനുഭവങ്ങൾക്കപ്പുറം സന്തോഷത്തിൻ്റെ പ്രഭാതം ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് പോലെ പ്രിയരേ സ്തോത്രം, ഒരു നല്ലത് അത് വെറുതെ
വെറുതെ ഉണ്ടാകുന്നതല്ല. ആമേൻ, സ്തോത്രം. പറഞ്ഞു കൊതിക്കുവാൻ കഴിയുന്ന നല്ലത് അത് വെറുതെ ഉണ്ടായി വരുന്നതല്ല. അതിന് പിന്നിൽ ഒത്തിരി കരച്ചിലുകൾ നിങ്ങൾക്ക് കേൾക്കുവാനായി കഴിയും. അതിന് പിന്നിൽ ഒത്തിരി വിലാപത്തിന്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഒറ്റ വാക്കുകൾ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ സഹനത്തിന്റെ റിസൾട്ടാണ് ഓരോ നല്ലതുകളും. തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ തന്റെ രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് മറച്ചു വയ്ക്കാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. സഹിക്കുന്നു എങ്കിൽ തിമോഥെയോസേ, വിശ്വാസത്താൽ ഞാൻ ജനിപ്പിച്ച എൻ്റെ നിജപുത്രനായ തിമോഥെയോസേ, നീ സഹിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിനക്കൊരു വാഴ്ചയുണ്ട്. നിന്നെക്കുറിച്ച് നല്ലത് പറയുവാൻ ഒരാൾക്കൂട്ടം മുൻപിലുണ്ടാകും. നിന്റെ മുൻപിൽ നല്ലൊരു കാലമുണ്ട്. സഹിക്കുവാൻ തയ്യാറാകുമെങ്കിൽ. എന്നെ കേൾക്കുന്ന പ്രിയരെ, സഹനമാണ് നല്ലതിൻ്റെ അടിസ്ഥാനം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരിക്കൽ കൂടി അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആവർത്തിച്ചു പറയട്ടെ, സഹനമാണ് ഓരോ നല്ലതിൻ്റെ പിൻപിൽ ഉള്ളതും. ആമേൻ. ആരുടെ ജീവിതവും നന്നായി ജീവിക്കുന്ന ആരുടെ ജീവിതം നിങ്ങൾ ഇഴകീറി പരിശോധിച്ചു നോക്കിയാലും അവർ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ടായിരിക്കും: സഹനം, സഹനം, സഹനം. ആമേൻ, സ്തോത്രം. MBBS എക്സാം എഴുതി 1ാം റാങ്ക് കിട്ടിയ ഒരു കുഞ്ഞിനെ ഒരു നിമിഷം ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. എല്ലാ പത്രങ്ങളിലും ആമേൻ, സ്തോത്രം, വാർത്ത വരുന്നു, ഫോട്ടോ പത്രങ്ങളിൽ വരുന്നു, ആമേൻ, ന്യൂസ് ചാനലുകളിൽ വരുന്നു, ആമേൻ, സ്തോത്രം, മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്നു. MBBS പരീക്ഷയ്ക്ക് 1ാം റാങ്ക് കിട്ടി, IAS-ന് 1ാം റാങ്ക് കിട്ടി. ആമേൻ, സ്തോത്രം. ആ കുഞ്ഞിനോട് ചോദിച്ചാൽ, ആമേൻ, നമ്മൾ പറയും നല്ലത് അവന് കിട്ടി, നമുക്ക് കിട്ടിയില്ല, കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. ആ കുഞ്ഞിനോട് ചോദിച്ചാൽ അവൻ പറയും, എൻ്റെ 7-8 വർഷത്തെ സഹനത്തിന്റെ ഫലമാണ് ഈ നല്ലത്. ആമേൻ. എൻ്റെ 7-8 വർഷത്തിന്റെ കണ്ണുനീരിന്റെ ഫലമാണ് ഈ നല്ലത്. എൻ്റെ 7-8 വർഷത്തെ ആമേൻ വെറുക്കത്തക്ക ജീവിതത്തിന്റെ റിസൾട്ടാണ് ഈ നല്ലത്. ആമേൻ. ഓരോ നല്ലതുകൾക്ക് പിന്നിലും ആമേൻ, സ്തോത്രം, സഹനത്തിൻ്റെതായ അനുഭവങ്ങളെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഓരോ നല്ലതിൻ്റെ പിന്നിലും സഹനം, ആമേൻ, സ്തോത്രം, ഒത്തിരിയായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ തിരിഞ്ഞ് നോക്കിയാൽ കാണുവാനായി കഴിയും. ഇന്നലകളിൽ നിങ്ങൾ പലതും സഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമാണ് ഇന്ന് നല്ലതായി എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. ആമേൻ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്രത്തോളം എന്തിനെങ്കിലും വേണ്ടി നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? ആ കരഞ്ഞതാണ് നല്ലതായി, നന്മയായി പറയുവാൻ കഴിയുന്നതായി നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത്. ആമേൻ, സ്തോത്രം. നല്ലതാണ്, ആമേൻ, സഹിക്കുന്നത്. ആമേൻ, സ്തോത്രം. ആമേൻ, നല്ലത് സംഭവിക്കുവാൻ കാരണമായി തീരും. അപ്പോൾ നല്ലത്, ആമേൻ, പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ ആഴ്ചക്കാലം എൻ്റെ ജീവിതത്തിലൊരു നല്ലത് സംഭവിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ, നിങ്ങൾക്കൊപ്പം ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചായിരിക്കുന്നത് പോലെ ഈ ആഴ്ചയിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു നല്ലത് സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായി വിളിച്ചു പറയട്ടെ, പിന്നിൽ സഹനത്തിൻ്റെതായ ഒത്തിരി അനുഭവങ്ങൾ കടന്നു വന്നേക്കാം. സഹനമാണ് നല്ലത് അനുഭവിക്കുന്നവരാക്കി നിങ്ങളെ മാറ്റുന്നത്. ആമേൻ. ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ദിവസം ഒരു സഹോദരി, ഒത്തിരി നാളായി പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന ഒരു സഹോദരി, വളരെ സങ്കടത്തോടെ, വളരെ ഭാരത്തോടെ തൻ്റെ പ്രാർത്ഥന വിഷയങ്ങൾ, ആമേൻ, ഞങ്ങളുമായി പങ്കുവയ്ക്കുന്ന ആ സഹോദരി, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആ സഹോദരി, സ്തോത്രം, താങ്ക് യു ലോർഡ്. ഒരു നിമിഷം പ്രാർത്ഥിച്ച്, നന്ദി കർത്താവേ, നന്ദി യേശുവേ, ഹല്ലേലൂയ. ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഇന്ന് പകലിൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി അനുഭവിക്കുവാൻ തക്കവണ്ണം യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആലയത്തിന് ചുറ്റും ദൂതന്മാർ കാവൽ നിൽക്കട്ടെ. ശബ്ദത്തെ, വെളിച്ചത്തെ, യേശുവിൻ നാമത്തിൽ നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തുതിക്കുന്ന കർത്താവേ. ആമേൻ. നല്ലത്, ആമേൻ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇഷ്ടമില്ലാത്ത ഒത്തിരി അനുഭവങ്ങളിലൂടെ, ഇഷ്ടമില്ലാത്ത, അനുഭവിക്കുവാൻ താല്പര്യമില്ലാത്ത ഒത്തിരി അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായി വരും. അവിടെ തിമോഥെയോസിനോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആമേൻ,
സ്തോത്രം സഹിക്കുമെങ്കിൽ, സഹിക്കുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും നിനക്കൊരു വാഴ്ചയുണ്ട്. ആ സഹോദരി ഒത്തിരി കാര്യങ്ങൾ ഞാൻ ആ സഹോദരിയോട് സംസാരിക്കുമ്പോൾ ആ സഹോദരി അവസാനം പറഞ്ഞത് ഇതാണ്: സഹോദരനെ, ആമേൻ, എന്നെ സഹോദര എന്നാണ് വിളിക്കുന്നത്, സഹോദരനെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നിങ്ങൾ നന്നായിരിക്കുന്നു. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെപ്പോലെ ഒത്തിരി പേരെ ഞങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ നന്നായിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ വലിയ കഷ്ടത്തിലാണ് കടന്നു പോകുന്നത്, ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്, ഞങ്ങൾ വലിയ വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവരെ പോലെ ഒരു പക്ഷേ എനിക്ക് മുമ്പിലായിരിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ സാഹചര്യങ്ങളുമായി വിലയിരുത്തി ചിന്തിച്ചേക്കാം, അവർ നന്നായിരിക്കുന്നു, ദൈവം അവരെ നന്നായി വച്ചിരിക്കുന്നു, നല്ലതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നല്ലത് അവർക്ക് കാണുവാനുള്ള അനുഭവം, ഭാഗ്യം ദൈവം കൊടുത്തിരിക്കുന്നു. അത് ഭാഗ്യം തന്നെയാണ്. പക്ഷേ കാണാതെ പോകുന്നൊരു കാര്യമുണ്ട്. അരമണിക്കൂർ, ഒരു മണിക്കൂർ നിങ്ങൾക്ക് മുമ്പിൽ നല്ലതായി നിൽക്കണമെങ്കിൽ അനേക മണിക്കൂറുകൾ മുട്ടിന്മേൽ പ്രാർത്ഥിച്ച, അനേക മണിക്കൂറുകൾ കണ്ണുനീർ കണ്ടില്ലെന്ന് നടിച്ച, അനേക മണിക്കൂറുകൾ പല അപമാനങ്ങളും നിന്ദകളും വേദനകളും സഹിച്ച, വെറുത്തു പോകുന്ന അനുഭവത്തിലും മരിച്ചു പോകുവാൻ തക്കവണ്ണം ലോകവും മനുഷ്യനും വിളിച്ചു പറഞ്ഞ സമയത്തും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ, പ്രാർത്ഥനാ മുറിക്കകത്ത് സഹിച്ചതുകൊണ്ട്, അതെ, ദൈവത്തിന്റെ സന്നിധിയിൽ സഹിച്ചതുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന നല്ല സമയം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങൾ അനുഗ്രഹീതരെന്ന് കാണുന്ന ഏത് വ്യക്തിയോട് വേണമെങ്കിലും ചോദിച്ചേ. നമ്മളിപ്പോൾ ഒരുമിച്ചായിരിക്കുന്നത് ആമേൻ ദൈവസന്നിധിയിലാണല്ലോ. ശുശ്രൂഷകന്മാർ അനേകർ നല്ലവരാണ്, നല്ലത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കും, നല്ലത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നവരാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമേ, നല്ലത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ട് ഇരിക്കുന്നത്, ആമേൻ സ്തോത്രം, ഇതിനകത്തായിരിക്കുന്ന വലിയവരാണ് കൊച്ചുകുട്ടികളെക്കാൾ കുട്ടികളായി മാറുന്നത്. ആമേൻ സ്തോത്രം, ആമേൻ. ദിവസനിൽ ഇരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ സ്തോത്രം. നല്ലത് എവിടെ കാണുവാൻ കഴിയുമോ, സ്തോത്രം, അതിന് പിന്നിലേക്ക് നിങ്ങൾക്ക് അന്വേഷിച്ച് ചെല്ലുവാൻ കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും ഉറങ്ങാത്ത ഒത്തിരി രാത്രികളുടെ കഥകൾ, ഹൃദയത്തിനകത്തെ വേദനയുടെ, ആമേൻ സ്തോത്രം, മരണം മതിയെന്ന് നിലവിളിക്കുന്ന അനുഭവത്തിൻ്റെതായ ഒത്തിരി അനുഭവങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് തുടങ്ങും. ആമേൻ സ്തോത്രം. കേൾക്കണമേ, എവിടെ സ്തോത്രം സഹിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ, എവിടെ ഒത്തിരി കണ്ണുനീരുകൾക്ക് മധ്യത്തിലും ഒത്തിരി നിരാശകൾ മധ്യത്തിലും ജീവിതം വെറുത്തു പോകുന്ന അനുഭവങ്ങൾക്ക് മധ്യത്തിലും സഹിക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയുണ്ടോ, അവന്റെ ജീവിതത്തിൽ ലോകത്തിന് നല്ലത് കാണുവാനായിട്ട് കഴിയും. ചില വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴുമുള്ള എൻ്റെ ഒരു സ്നേഹിതനായ ദൈവദാസൻ, മലയോര ഗ്രാമങ്ങളിലെ ശബ്ദമായി എല്ലാവരും പറയുന്ന, അതുകൊണ്ട് പേര് പറയുന്നില്ല, ആ ദൈവദാസനും ഞങ്ങളും വളരെ സുഹൃത്തുക്കളായി, ആമേൻ സ്തോത്രം, ക്രിസ്തുവിൽ സുഹൃത്തുക്കളായിരിക്കുന്ന ദൈവദാസൻ. എനിക്ക് വളരെ ഇഷ്ടമാണ് ആ ദൈവദാസനെ. കാരണം വളരെ സൗമ്യതയോടെ സംസാരിക്കുന്ന, വളരെ സാവധാനതയോടെ സംസാരിക്കുന്ന, ഒരു 10 മിനിറ്റ് അദ്ദേഹത്തോട് സംസാരിച്ചാൽ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി, അയ്യോ എനിക്കും സന്തോഷമായിരിക്കുവാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടാക്കുന്ന മനോഹരമായ ശബ്ദത്തിനുടമയുള്ള, പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരു ദൈവദാസൻ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം അദ്ദേഹത്തിൻ്റെ ഒരു കൺവെൻഷൻ വേദിയിൽ ഒപ്പം ഇരിക്കുവാൻ ഞാൻ കടന്നുപോയി. പ്രസംഗിക്കുവാനല്ല, അദ്ദേഹത്തിനൊപ്പം ഇരിക്കുവാൻ വേണ്ടി. ആമേൻ. അവിടെ കടന്നുപോയി അദ്ദേഹം ശുശ്രൂഷയ്ക്കായി എഴുന്നേറ്റു. ഏകദേശം ഒരു 10-25 ആൾക്കാർ വരും, 25ഓളം ആൾക്കാർ മാത്രമുള്ള ചെറിയൊരു കൺവെൻഷൻ. ആമേൻ സ്തോത്രം. അദ്ദേഹം തൻ്റെ പതിഞ്ഞ ശബ്ദത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയരുവാനായിട്ട് തുടങ്ങി. അതിനൊപ്പം ദൈവ സാന്നിധ്യം ഞങ്ങൾക്കും അനുഭവിക്കുവാൻ കഴിഞ്ഞു. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത്ര പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്ന മനുഷ്യൻ മൈക്ക് കയ്യിൽ കിട്ടിയപ്പോൾ, കർത്താവിനെ കുറിച്ച് പറയുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം മാറിയല്ലോ. എന്തൊരു ദൈവ സാന്നിധ്യമാണ് ഈ മുൻപിൽ ഓഡിയൻസിൽ അനുഭവിക്കുവാനായി കഴിയുന്നത്. ഞാൻ മാത്രമല്ല, ഒപ്പമുണ്ടായിരുന്ന ഓരോ വ്യക്തികളും പരസ്പരം നോക്കുവാനായി തുടങ്ങി. ഈ ദൈവദാസൻ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ വലുതായ ദൈവ സാന്നിധ്യം, പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ദൈവ സാന്നിധ്യം. അവൻ പലരും കൈയടിക്കുന്നു, പലരും ആരാധിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു സ്തോത്രം 40 മിനിറ്റോളം ആകുന്ന സമയത്ത് ഓഡിയൻസ് 10-25 പേർ മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തി കൺവെൻഷൻ സ്റ്റേജിന്റെ മുൻപിൽ വന്ന് മദ്യപിച്ചിട്ടുണ്ട്. ആടി നിന്നിട്ട് ഒത്തിരി ചീത്ത വിളിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടർന്നില്ല, അദ്ദേഹത്തിന്റെ ശബ്ദം കോൺസെൻട്രേഷൻ മാറിപ്പോകുന്നില്ല. അദ്ദേഹം ശുശ്രൂഷിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നാൽ
എന്നാൽ അതുവരെ ഞങ്ങൾ അനുഭവിച്ചതിലും അധികം ദൈവ സാന്നിധ്യം തുടർന്ന് ഞങ്ങൾക്ക് അനുഭവിക്കുവാനായി കഴിഞ്ഞു. ആമേൻ, സ്തോത്രം. കുറച്ചു നേരം കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ മനുഷ്യന്റെ ശല്യം മാറണമല്ലോ. കണ്ണടച്ച് പ്രാർത്ഥിച്ച് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ 25 എന്നുള്ളത് 100-ലധികം പേരുടെ കൂട്ടമായിട്ട് മാറി. ഒരു പ്രശ്നം നടന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട് ഒത്തിരി ആളുകൾ കടന്നു വരുവാനായി തുടങ്ങി. 1.5 മണിക്കൂറിലധികം അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആ കൂടിയിരുന്ന ആ സ്തോത്രം ഒരു റോഡിന്റെ വശത്താണ്. അവിടെ ഒന്ന് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ഒരു ബൈക്ക് പോലും പോകാത്ത വിധത്തിൽ ആൾക്കാരായി എല്ലാവരും കടന്നു വരുന്നു, പ്രാർത്ഥിക്കുന്നു. ഭയങ്കര ദൈവ സാന്നിധ്യം. ആമേൻ, പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ദൈവ സാന്നിധ്യം. ആമേൻ. ഇത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ ദേവദാസനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, ദേവദാസനെ എങ്ങനെയാണ് ഇത്രത്തോളം ആത്മശക്തിയോടെ, ഇത്രത്തോളം, ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. നിങ്ങളുടെ പതിഞ്ഞ ശബ്ദത്തിൽ നിങ്ങളെ ഞാൻ അറിയുന്ന അതേ ആ വ്യക്തിയിൽ നിന്ന് എനിക്കിതൊട്ടും പ്രതീക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. എല്ലാവരും വന്നിട്ട് പറഞ്ഞു ഭയങ്കര ദൈവ സാന്നിധ്യമായിരുന്നു, ഭയങ്കര അത്ഭുതങ്ങൾ നടന്നു. ആമേൻ, സ്തോത്രം. ആ മനുഷ്യൻ ഞാനുമായിട്ട് അല്പം മാറി നിന്നു. അദ്ദേഹത്തിന്റെ കണ്ണ് നിറയുവാനായി തുടങ്ങി. ഞാൻ വിചാരിച്ചു സന്തോഷം കൊണ്ട് നിറയുന്നതായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ശക്തിയോടെ നിൽക്കുവാൻ കാരണം ഏകദേശം 1 മണിക്കൂറിന് മുമ്പ് ആ സ്റ്റേജിന് മുൻപിൽ നിന്ന് ചീത്ത വിളിച്ചിട്ട് പോയത് എൻ്റെ മകനാണ്. ആ തീയിൽ ചവിട്ടിയാണ് ഞാൻ ദൈവസനയിൽ നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റാരുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദത്തിൽ അനുഭവിക്കുവാൻ കഴിയാത്ത ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. ആ തീച്ചൂളയിൽ നിന്നാണ് ഞാൻ വേദിയിലേക്ക് കയറുന്നത്. ആ തീച്ചൂളയിൽ നിന്നാണ്, ആ കണ്ണുനീരിന്റെ അനുഭവത്തിൽ നിന്നാണ്, ആ വേദനയുടെ അനുഭവത്തിൽ നിന്നാണ്. മരിച്ചാൽ മതി, ഇങ്ങനെ എന്തിന് ജീവിക്കുന്നു എന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന അനുഭവത്തിൽ നിന്നാണ് മകനെ ഞാൻ ഈ വേദിയിലേക്ക് കയറുന്നത്. ആമേൻ, സ്തോത്രം. സാധാരണമായ ഒരു അനുഭവത്തിലൂടെ കടന്നു വന്നത് കൊണ്ടല്ല നല്ലത് പറയുവാൻ തക്കവണ്ണം ആ മനുഷ്യനെ ദൈവം മാനിച്ചത്. നീ കടന്നു വരുന്ന വഴികളിൽ അസാധാരണമായത് മാത്രം സംഭവിക്കുന്നുവെങ്കിൽ, ആമേൻ, കണ്ണുനീരിനും നിരാശയ്ക്കും വേദനയ്ക്കും ഉള്ളത് മാത്രം സംഭവിക്കുന്നുവെങ്കിൽ കേൾക്ക്, നിനക്ക് മുമ്പിൽ നല്ലത് എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിന്നെ ചില സ്ഥാനങ്ങളിൽ നല്ലവണ്ണം നിർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. കാരണം വചനം പറയുന്നു, സഹിക്കുന്ന നിനക്ക് ഒരു വാഴ്ചയുണ്ട്. സഹിക്കുന്ന നിനക്ക് ഒരു വാഴ്ചയുണ്ട്. ആമേൻ, സ്തോത്രം. മറന്നു കളയരുതേ, ഈ ആഴ്ചയിലും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മാറ്റമില്ല. ആമേൻ, ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ വിശ്വാസത്തിന് തെല്ലുപോലും കുറവുമില്ല. ആമേൻ, നിൽക്കുന്നുണ്ടെങ്കിൽ കരഞ്ഞിട്ടുള്ളത് മറ്റാരെക്കാളും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിശ്ചയമായും വിളിച്ചു പറയും, നിന്റെ കണ്ണുനീരിന് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. നീ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. വാപൊത്തി പിടിച്ചാലും, മുറി അടച്ചിട്ടാലും, ബാത്റൂമിലെ വെള്ളം തുറന്നു വിട്ടാലും പുറത്തു വന്ന് ആർക്കും കേൾക്കുവാൻ കഴിയത്തില്ല എന്ന് നീ കരഞ്ഞു തീർത്ത നിന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിശ്ചയമായി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഇറങ്ങി വരും. എന്റെ ദൈവം നിശ്ചയമായി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഇറങ്ങി വരും. ആ നല്ല നാളിൽ എന്റെ ദൈവം നിന്നെ കൊണ്ടുചെന്ന് നിർത്തുക തന്നെ ചെയ്യും. ആമേൻ. വിശ്വാസ ജീവിതം അത് സഹനത്തിൻ്റെതാണ്. വിശ്വാസ ജീവിതം അത് സഹനത്തിൻ്റെതാണ്. തിരിച്ചറിയുക. ആമേൻ, സ്തോത്രം. നീ സഹിക്കുന്നത് വെറുതെയല്ല. ആമേൻ. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശീകരണ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് കടന്നു വരുന്ന കുറേനക്കാരനായ ശീമോനെ കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ശീമോൻ വയലിൽ നിന്ന് കടന്നു വരികയാണ്. ഏതൊരു അപ്പനെയും പോലെ ആ പിതാവിന്റെ ആഗ്രഹം എന്താണ്? എനിക്ക് വേഗത്തിൽ എൻ്റെ ഭവനത്തിൽ പോകണം, എൻ്റെ മക്കളെ കാണണം. എൻ്റെ മക്കൾക്കൊപ്പം ആ മനുഷ്യന് 2 മക്കളുണ്ട്, അലക്സാണ്ടറും റൂഫോസും. 2 മക്കളുണ്ട്. 2 മക്കളെയും കാണണം. വെളുപ്പിനാണ് വയലിൽ പോകുന്നത്. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു ആ കുഞ്ഞുകൾ ഉറങ്ങുകയായിരിക്കും. പോകുമ്പോൾ ആമേൻ വയലിൽ നിന്ന് കടന്നുപോയി ആ മടി തുറന്ന് ആമേൻ ഇഷ്ടമുള്ള പലഹാരങ്ങൾ മക്കൾക്ക് എടുത്തു നൽകി അപ്പൻ അവരെ സന്തോഷത്തോടെ വിളിക്കണം, ചേർത്ത് പിടിക്കണം. ആ ആഗ്രഹത്തിലായിരിക്കാം ആ മനുഷ്യൻ മടങ്ങിയത്. എന്നാൽ കേൾക്കണമേ, വചനം പറയുന്നു, അവൻ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിക്കപ്പെട്ടു. ആമേൻ, സ്തോത്രം. അവൻ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിക്കപ്പെട്ടു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരുപക്ഷെ മടിയിലിരുന്ന പരിപ്പുവട സ്തോത്രം പൂത്തുപോയി കാണും. അല്ലെങ്കിൽ ക്രൂശും കൊണ്ട് നടന്നപ്പോൾ അത് വീണുപോയി കാണും. മക്കൾ ഉറക്കമെഴുന്നേറ്റ് വരുന്നത് അവന് കാണുവാൻ കഴിയാതെ വന്നേക്കാം. എന്നാൽ വചനം പറയുന്നു, ആ ക്രൂശ് സഹിച്ചത് കൊണ്ട് റൂഫോസ്, അലക്സാണ്ടർ, അതേ 1-ാം നൂറ്റാണ്ടിലെ ചരിത്രം പറയും വിധത്തിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടു. റൂഫോസിനെ കുറിച്ചും അലക്സാണ്ടറിനെ കുറിച്ചും പറയുന്നു, അവർ ക്രിസ്തുവിൽ പ്രശസ്തരായി തീർന്നു. പറഞ്ഞത് ഞാനല്ല, അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തിൽ, നീ സഹിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൽ പ്രശസ്തരാകുന്ന ചിലത് നിന്റെ ഭവനത്തിനകത്ത് നിന്ന് എഴുന്നേൽക്കും. ആമേൻ. ഈ ക്രൂശാണ് ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നത്. ആമേൻ. ഈ ക്രൂശ് ഇല്ലാത്ത ജീവിതം ക്രിസ്തീയ ജീവിതമല്ല. ആമേൻ. ക്രൂശ് എവിടെ നമ്മൾ തട്ടി താഴെ എറിയുന്നുവോ ലോക മനുഷ്യരായി നമ്മൾ പിന്മാറ്റത്തിൽ ലോകത്തിൽ വീണുപോകും. അതുകൊണ്ട് നല്ലത് നിങ്ങൾ
നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഒരിക്കൽ കൂടി വിളിച്ചു പറയട്ടെ, കണ്ണുനീരിൻ്റെ, നിരാശയുടെ, വേദനയുടെ ഒരു കാലം നിശ്ചയമായും ഉണ്ടാകും. അതിനപ്പുറമാണ് നല്ല കാലം. ആമേൻ. റാങ്ക് കിട്ടിയവൻ പറയും ആമേൻ. അയ്യോ, നിങ്ങൾക്ക് പറയാം സന്തോഷമാണ്, പക്ഷേ ഞാൻ കടന്നുപോയ വഴികൾ, ഞാൻ അനുഭവിച്ച വേദന, എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, നല്ലൊരു കല്യാണ വീട്ടിൽ പോകുവാൻ കഴിയത്തില്ല, പ്രിയപ്പെട്ടവരുടെ കൂടെ കളിക്കുവാൻ കഴിയത്തില്ല, നേരം വെളുക്കുന്നവരെ മൂടിപ്പുറച്ച് ഉറങ്ങുവാൻ കഴിയത്തില്ല, മധുരം കഴിക്കുവാൻ കഴിയത്തില്ല. ഇങ്ങനെ ഒരുപാട് സഹനത്തിൻ്റെ ഫലം മറ്റാർക്കും എത്തുവാൻ കഴിയാത്ത വിധത്തിൽ ഉയരത്തിൽ അവനെ കൊണ്ടുചെന്ന് നിർത്തും. ആമേൻ, സ്തോത്രം. നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നിശ്ചയമായും വിളിച്ചു പറയട്ടെ, പിന്നിൽ കനലെഴിയുന്ന വഴികളുണ്ട്. ആമേൻ. പിൻപിൽ കനലിൻ്റെ അനുഭവത്തിലൂടെ നിങ്ങൾ നടക്കേണ്ടി വന്നേക്കാം. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കും, ഞാൻ ഇവിടെ ദൈവസന്നിധിയിൽ നടക്കുന്നു, ഇവിടെയല്ല ലോകത്തിലും ഇതുതന്നെയാണ് ഓരോ മനുഷ്യനും നടക്കുന്നത്, പലരും തകർന്നു പോകുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ നീ തകർന്നു പോകത്തില്ല. നിന്റെ കനൽ വഴികളുടെ യാത്രയ്ക്ക് അവസാനം മനോഹരമായ നാളുകളെ നിനക്ക് സമ്മാനിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വായിച്ച വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ആ ഭാഗത്ത് നിന്ന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് 5 ദൂതുകൾ നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ 1-ാമത്തെ ദൂത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരു വാതിൽ ദൈവം തുറന്നു തരും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ഒരു വാതിൽ ദൈവം തുറന്നു തരും. കരയുന്ന, നിരാശപ്പെടുന്ന, വേദനപ്പെടുന്ന, എന്തിനിങ്ങനെ ജീവിക്കുന്നു, എന്തിന് ഇങ്ങനെ ഒരു ജീവിതമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് എനിക്കൊപ്പമായിരിക്കുന്ന വാത്സല്യ സഹോദരി, മാതാവേ, പിതാവേ, കേൾക്ക്, നിങ്ങൾക്ക് ഒരു വാതിൽ എൻ്റെ ദൈവം തുറന്നു തരും. ആമേൻ. എൻ്റെ ദൈവം നിങ്ങൾക്കൊരു വാതിൽ തുറന്നു തരും. ആർക്കും അടച്ചുകൂടാത്ത, ഓ സ്തോത്രം, അടഞ്ഞ വാതിലുകൾക്ക് മുമ്പിൽ തകർന്ന മനസ്സോടെ ആയിരിക്കുന്ന നിങ്ങളെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരിക്കൽ കൂടി വിളിച്ചു പറയട്ടെ, സന്തോഷത്തിലേക്ക് എൻ്റെ ദൈവം ഒരു വാതിൽ തുറന്നു തരും. അനുഗ്രഹത്തിലേക്ക് എൻ്റെ ദൈവം ഒരു വാതിൽ തുറന്നു തരും. 4 പേരുടെ മുമ്പിൽ അഭിമാനത്തോടെ തല നിവർത്തി നിൽക്കുന്ന അനുഭവത്തിലേക്ക് എൻ്റെ ദൈവം ഒരു വാതിൽ നിങ്ങൾക്ക് തുറന്നു തരും. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ മാറുവാൻ, പലരെയും നോക്കി നിങ്ങൾ പറയുന്നത്, പലരുടെയും ജീവിതത്തിൽ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിങ്ങൾക്ക് ഒരു വാതിൽ തുറന്നു തരും. നിങ്ങൾക്ക് എൻ്റെ ദൈവം ഒരു വാതിൽ തുറന്നു തരും. ആ വാതിലിനെ കുറിച്ച് ആ ഭാഗത്ത് വ്യക്തമായി പറയുന്നു. ആമേൻ. അതാർക്ക് വേണ്ടിയാണ് തുറന്ന് നൽകുന്നത്? 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അല്പം മാത്രം ശക്തിയുള്ളവന്. അതേ ബലഹീനനായ, തളർന്നുപോയ, ഓ സ്തോത്രം, കഷ്ടതയിലൂടെ കടന്നു പോകുന്ന നിനക്ക് വേണ്ടി, എന്നെ കേൾക്കുന്ന സഭയെ, നിങ്ങൾക്ക് വേണ്ടി, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്ന് തരിക തന്നെ ചെയ്യും. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായി കഴിയും. ആമേൻ. അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. ഒരിക്കൽ കൂടി, അടിസ്ഥാനം കുലുങ്ങി, വാതിലുകളൊക്കെയും തുറന്നുപോയി. ആമേൻ. ആ വാതിൽ തുറന്നു കിട്ടിയവരെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അവർ ബലഹീനരാണ്. സ്വതവേ ജന്മനാൽ അമ്മയുടെ ഉദരത്തിലെ ബലഹീനരായവരല്ല, അവർ ബലഹീനരാക്കപ്പെട്ടവരാണ്. അവർ അടിക്കപ്പെട്ട് ബലഹീനരായവരാണ്. അവർ ഉപദ്രവിക്കപ്പെട്ട് ബലഹീനരായവരാണ്. അവർ നിന്ന കൊണ്ട് ബലഹീനരായവരാണ്. അവർ ബന്ധനം കൊണ്ട് ബലഹീനർ ആയവരാണ്. ആമേൻ. പല നിലകളിൽ അവർ ബലഹീനരായി, അഥവാ ലോകം അവരെ ബലഹീനമാക്കി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ സ്വതവേ ബലഹീനരല്ല, നിങ്ങൾ ശക്തന്മാരാണ്. ഇന്നലകളിൽ നിങ്ങളത് തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ സാഹചര്യം നിങ്ങളെ ബലഹീനരാക്കി തീർത്തിരിക്കുന്നു. സ്തോത്രം. അനുഭവങ്ങൾ നിങ്ങളെ ബലഹീനരാക്കി തീർത്തിരിക്കുന്നു. നിങ്ങൾക്കൊപ്പമുള്ള മനുഷ്യർ നിങ്ങളെ ബലഹീനരാക്കി തീർത്തിരിക്കുന്നു. സഹോദരി, നിന്റെ ഭർത്താവിന്റെ ഇടപെടൽ നിന്നെ ബലഹീനയാക്കുന്നു. നിന്റെ ഭാര്യയുടെ സ്വഭാവം സഹോദര നിന്നെ ബലഹീനനാക്കുന്നു. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളായിരിക്കുന്ന അവസ്ഥ നിങ്ങളെ ബലഹീനരാക്കുന്നു, അശരണരാക്കുന്നു, തകർന്നു പോകുന്നവരാക്കി മാറ്റുന്നു. മക്കളെ, നിങ്ങളായിരിക്കുന്ന സാഹചര്യം നിങ്ങളെ ബലഹീനരാക്കി മാറ്റുന്നു. നല്ലത് കാണുവാൻ കഴിയാതെ, ജയകരമായ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ ബലഹീനപ്പെട്ട് ആയിരിക്കുന്ന അവസ്ഥ. അതെ, നിങ്ങൾ സ്വതവേ ബലഹീനരല്ല, പക്ഷേ സാഹചര്യം, രോഗം, പ്രതിസന്ധി, കടം നിങ്ങളെ ബലഹീനരാക്കി തീർത്തിരിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പകലിലും ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്നു തരും. ആമേൻ. സാഹചര്യങ്ങളാൽ ബലഹീനരാക്കപ്പെട്ട സ്തോത്രം വ്യക്തികളാൽ ബലഹീനരാക്കപ്പെട്ട, വെല്ലുവിളികളാൽ യേശുവിൻ നാമത്തിൽ എനിക്കറിയത്തില്ല, ചിലർക്ക് മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടുക. ആമേൻ. യേശുവിൻ നാമത്തിൽ നല്ലത് കേൾക്കും വിധത്തിൽ നിൽക്കുവാൻ വാതിൽ തുറക്കപ്പെടുക. ഈ ആഴ്ച ആമേൻ സ്തോത്രം, നിന്റെ ജീവിതത്തിൽ നല്ലത് മറ്റുള്ളവർക്ക് പറയുവാൻ കഴിയും വിധത്തിൽ എൻ്റെ ദൈവം വാതിലുകൾ തുറക്കുക. ആമേൻ സ്തോത്രം. തുറന്നു കിട്ടാത്ത വിധത്തിൽ ആമേൻ അടച്ചുറപ്പിച്ച വാതിലുകളെ എൻ്റെ ദൈവം തുറന്നു തരിക. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് മുമ്പിൽ അവസരങ്ങളുടെ വാതിൽ ദൈവം തുറന്നു തരിക. രാജ്യങ്ങളുടെ വാതിലുകൾ ദൈവം തുറന്നു തരിക. ബലഹീനരാക്കപ്പെട്ട പൗലോസിനും ശീലാസിനും വേണ്ടി യൂറോപ്പിന്റെ വാതിൽ തുറന്നു കൊടുത്ത ദൈവം ഇന്ന് പകലും അതേ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിനക്ക് വേണ്ടി ചില രാജ്യങ്ങളുടെ വാതിലുകൾ ദൈവം തുറന്നു തരിക. നിനക്ക് വേണ്ടി അവസരങ്ങളുടെ വാതിലുകൾ ദൈവം തുറന്നു തരിക. യേശുവിൻ നാമത്തിൽ ശുശ്രൂഷയുടെ വാതിൽ കർത്താവ് തുറന്നു തരിക. എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു, ഇവിടം കൊണ്ട് എല്ലാം തീർന്നു എന്ന് പറഞ്ഞായിരിക്കുന്ന സ്ഥാനത്ത് തന്നെ ചോദിക്ക്, വിളിച്ച് പൗലോസിനോട് ശീലാസിനോട്, ശീലാസേ, ആമേൻ, യൂറോപ്പിന്റെ കഠിനമായ നിയമം, ആമേൻ, കിങ്കരന്മാരുടെ കാവൽ, ആമേൻ സ്തോത്രം, രാജകൽപ്പന, ഇതെല്ലാം ഭേദിച്ച് എങ്ങനെ, എന്ത് ശക്തി കൊണ്ടാണ് നിങ്ങൾ വാതിൽ തുറന്ന് യൂറോപ്പിലേക്ക് പ്രവേശിച്ചത്? സുവിശേഷത്തിന്റെ കൊടിയുമായി നിങ്ങൾ യൂറോപ്പിലേക്ക് പ്രവേശിച്ചത്. ആമേൻ സ്തോത്രം. പൗലോസും ശീലാസും വിളിച്ചു പറയും, ആമേൻ സ്തോത്രം, ഞങ്ങൾ ആമേൻ സഹിച്ചത് കൊണ്ട്, ഞങ്ങൾ വഴിയരികിലെ നിന്ന് സഹിച്ചത് കൊണ്ട്, ഞങ്ങൾ കോലിനാൽ അടിക്കപ്പെട്ടപ്പോൾ സഹിച്ചത് കൊണ്ട്, ഞങ്ങൾ യാമം വെച്ചപ്പോൾ സഹിച്ചതുകൊണ്ട്. അവൻ വീണ്ടും ചോദിക്കേ, എന്തുകൊണ്ടാ പൗലോസേ, എന്തുകൊണ്ടാ ശീലാസേ നിങ്ങൾ സഹിച്ചത്, അപമാനത്തെ സഹിച്ചത്, പ്രതികരിക്കാതിരുന്നത്, നിന്നയെ സഹിച്ചത്, വേദനയെ സഹിച്ചത് എന്തുകൊണ്ടാ? എങ്കിൽ അവർ പറയും, സഹിക്കുന്നവനൊരു വാഴ്ചയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങൾ സഹിക്കുമെങ്കിൽ ഞങ്ങൾക്കൊരു വാഴ്ച തരുന്ന ഒരു കർത്താവുണ്ട്. ഞങ്ങൾ സഹിക്കുവാൻ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. നീ നിന്ന സഹിക്കുമെങ്കിൽ, നീ അപമാനം സഹിക്കുന്നുണ്ടെങ്കിൽ, നീ വേദന സഹിക്കുന്നുണ്ടെങ്കിൽ, ആ രോഗത്തിന്റെ കഷ്ടത നീ സഹിക്കുന്നുണ്ട്, ആ ഒറ്റപ്പെടൽ നീ സഹിക്കുന്നുണ്ടെങ്കിൽ, നിനക്കൊരു വാഴ്ചയുണ്ട്. നല്ലത് നിന്റെ ജീവിതത്തിൽ തരുവാൻ യേശുവിൻ നാമത്തിൽ സഹനം. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം അഥവാ ആ നല്ല നാളുകളുടെ പിൻപിലുള്ളത് എന്തെന്ന് ചോദിച്ചാൽ ഓരോ ഭക്തനും പറഞ്ഞു തരും. എന്നെ ഞാൻ ആഗ്രഹിക്കുന്ന നല്ല നാളുകളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച ഇന്ധനം അത് സഹനമാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇടവകയിൽ ഒരു കുടുംബയോഗം നടക്കുകയാണ്. ശ്രദ്ധിക്കണമേ, കുടുംബയോഗം നടക്കുകയാണ്. വേഗത്തിൽ നമുക്കും അങ്ങനെ ഒരു കുടുംബയോഗം നടത്തണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ആ കുടുംബയോഗത്തിന് മധ്യത്തിൽ അവിടെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ശ്രദ്ധിക്കുക, ആ തിരഞ്ഞെടുപ്പിൽ ആമേൻ, തിരഞ്ഞെടുപ്പ് ഇതിലാണ് ഏറ്റവും സന്തോഷമായി, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുന്ന ഒരു ഫാമിലിയെ തിരഞ്ഞെടുത്ത് സ്റ്റേജിൽ നിർത്തി അവരെ അച്ഛനും നാട്ടുകാരും കമ്മിറ്റിക്കാരും ഒക്കെ ചേർന്ന് ആദരിക്കും. ആമേൻ സ്തോത്രം. നിങ്ങൾ വിചാരിച്ചു എല്ലാവരും കൂടെ അവരെ ഇടിക്കുമെന്ന്. അങ്ങനെയല്ല, നമ്മൾ കാണുന്നത് പോലെയല്ല, പല കാര്യങ്ങളും നന്നായിട്ടുണ്ട്. ആമേൻ. അവരെ ആദരിക്കും. അങ്ങനെ ആദരിക്കുന്ന ആ ചടങ്ങിൽ ആമേൻ സ്തോത്രം, തോമാച്ചേട്ടനും ത്രേസ്യാമയും തിരഞ്ഞെടുക്കപ്പെട്ടു. എതിർവാക്കില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. സന്തോഷമുള്ള, സ്നേഹമുള്ള, സമാധാനമുള്ള ഒരു ഫാമിലി എന്ന് ആമേൻ ആരെങ്കിലും പറഞ്ഞാൽ ആ ഇടവകയിലുള്ളവർ എല്ലാം ചാടി എഴുന്നേറ്റ് പറയും, തോമാച്ചനും ത്രേസ്യാമയും. ആമേൻ. അവരുള്ളിടത്തോളം ആ സ്ഥാനം ആർക്കും കിട്ടത്തില്ല. അങ്ങനെ പതിവ് പോലെ ആ വർഷവും തോമാച്ചനും ത്രേസ്യാമയും സ്റ്റേജിലെത്തി. ആമേൻ സ്തോത്രം. അച്ഛൻ ആശ്ചര്യത്തോടെ നോക്കി, കമ്മിറ്റിക്കാർ അസൂയയോടെ നോക്കി, വേദിയിലിരിക്കുന്നവർ പിറുപിറുത്തു പരാതി പറഞ്ഞു, ഇത് കൈക്കൂലി കൊടുത്ത് വാങ്ങിയെടുത്തതാണ്, നമ്മെ പോലെയുള്ളവർ അങ്ങനെ കാണുമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ പല പല അഭിപ്രായങ്ങളുമായിട്ട് വേദിയിലും പുറത്തുമൊക്കെ ആൾക്കാരിയ്ക്കുമ്പോൾ അച്ഛൻ എഴുന്നേറ്റ് നിന്ന് ഈ സ്തോത്രം, ഈ തോമാച്ചനെയും ത്രേസ്യാമച്ചയും ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ആമേൻ, ഇത് ഒരുപാട് കാലമായല്ലോ, നിങ്ങൾ തന്നെ എല്ലാ പ്രാവശ്യവും ഷോളും വാങ്ങിച്ചുകൊണ്ട് പോയാൽ എങ്ങനെ? ഇതിൻ്റെ രഹസ്യം നിങ്ങളൊന്ന് ഈ പിള്ളേർക്ക് കൂടെ പറഞ്ഞു കൊടുക്ക്, അവരും കൂടെ കയറി വരട്ടെന്നേ. ഇതിപ്പോൾ ഒരുപാട് ഷോള് നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പം തോമാച്ചൻ പറഞ്ഞു, ആമേൻ, ഞങ്ങൾക്ക് രഹസ്യമൊന്നുമില്ല, ഞങ്ങളുടെ ഭവനത്തിൻ്റെ മുൻപിൽ അത് ആമേൻ സ്തോത്രം ഞങ്ങൾ വെളിപ്പെടുത്തി വച്ചിട്ടുണ്ട്. പെട്ടെന്ന് പള്ളിയുടെ അടുത്താണ് വീട്. പെട്ടെന്ന് തന്നെ വാതിൽക്കൽ നിന്ന് പുതുതായി വിവാഹം കഴിച്ച ഒരുത്തൻ ബൈക്കും എടുത്ത് നേരെ ഒരു പോക്ക് പോകുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു ചിന്ത, ഇന്ന് ഞാൻ ആ രഹസ്യം കണ്ടുപിടിക്കും, അടുത്ത വർഷം ഷാൾ വാങ്ങുന്നത് ഞാനായിരിക്കും, അടുത്ത വർഷം അച്ഛൻ എന്നെയും എൻ്റെ ഭാര്യയും
എല്ലാവരെയും ചേർത്ത് നിർത്തി ആശീർവദിക്കും. എല്ലാവരും അസൂയപ്പെടും, എല്ലാവരും കൈയടിക്കും. സ്വപ്നം കണ്ട ആ മനുഷ്യൻ വീട്ടിൻ്റെ മുമ്പ് പോയി നോക്കി, അവിടെ ഒന്നും കാണാനില്ല. ഒരു വീടുമുണ്ട്, വീട് അടച്ചിട്ടിരിക്കുന്നു. വീടിന് സ്തോത്രം ചുറ്റും ആ മനുഷ്യൻ പ്രതീക്ഷിച്ചതാണ് എന്തെങ്കിലും അതിൽ എഴുതി വച്ചിരിക്കും, എഴുതിയിട്ടില്ല. സൂക്ഷിച്ചു നോക്കി, ചെറുതായി പോയതാണോ, കാടൊക്കെ പിടിച്ചു കിടക്കുന്നതോടൊക്കെ മാറ്റി നോക്കി, എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നോക്കി, എഴുതി വെച്ചിരിക്കുന്നതൊന്നും കാണാനില്ല. ഈ മനുഷ്യന് ദേഷ്യം വന്നു. തോമാച്ചൻ പണി തന്നതാണ്, ആ മുടിഞ്ഞവൻ ചത്താലല്ലാതെ ഷോൾ ആർക്കും കൊടുക്കത്തില്ല, അതിൻ്റെ ഒരു പരിപാടിയാണ്. അച്ഛൻ്റെ അടുത്ത് വന്ന് രഹസ്യമായിട്ട് അച്ഛനെ വിളിച്ചിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ ഇവൻ നിങ്ങളെയും പറ്റിച്ചു. ആമേൻ സ്തോത്രം. അച്ഛാ ഇവൻ രഹസ്യം വെളിപ്പെടുത്തത്തില്ല. അച്ഛന് സങ്കടമായി. അച്ഛൻ പോയിട്ട് പറഞ്ഞു, തോമാച്ച എന്നാലും താങ്കളെ കാണിച്ചത് ശരിയായില്ല. ആമേൻ സ്തോത്രം. ഈ രഹസ്യം പറഞ്ഞു കൊടുക്കാത്തത് മോശമായി പോയി എന്ന് മാത്രമല്ല കള്ളം പറയുകയും ചെയ്തു. അച്ഛനോട് തോമാച്ചൻ പറഞ്ഞു, ആമേൻ അച്ഛാ ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ പോയപ്പോൾ അവൻ എന്ത് കണ്ടു എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അവിടെ ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല, 3 കുരങ്ങിൻ്റെ ബൊമ്മ മാത്രം ഇരിപ്പുണ്ട്, 3 കുരങ്ങിൻ്റെ പ്രതിമ മാത്രം വീട്ടിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട്. ദേഷ്യത്തിന് അവൻ പറയുകയും ചെയ്തു, തോമാച്ചൻ്റെ അപ്പൻ്റെയും കൊച്ചപ്പൻ്റെയും ചിറ്റപ്പൻ്റെയും ഒക്കെ പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ആമേൻ സ്തോത്രം. എന്നാൽ തോമാച്ചൻ പറഞ്ഞു, ആ പ്രതിമയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. ആമേൻ സ്തോത്രം. അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ തോമാച്ചൻ ആ സദസ്സിനോടായി പറഞ്ഞു കൊടുത്തു. ഒന്നാമത്തെ പ്രതിമയ്ക്ക്, കുരങ്ങിൻ്റെ പ്രതിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രതിമ കണ്ണ് രണ്ടും പൊത്തിയിരിക്കുന്ന പ്രതിമയാണ്. രണ്ടാമത്തെ പ്രതിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രതിമ വാ അടച്ചിരിക്കുന്ന പ്രതിമയാണ്. മൂന്നാമത്തെ സ്തോത്രം പ്രതിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചെവി അടച്ചിരിക്കുന്ന പ്രതിമയാണ്. ആമേൻ. കണ്ണടച്ച് ചെവി അടച്ച് വായടച്ചിരിക്കുന്ന ഒരു തോമാച്ചനുണ്ടെങ്കിൽ ആ ദേശത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം തോമാച്ചനല്ലാതെ പിന്നെ ആർക്കുണ്ടാകും? ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നമുക്ക് 2 ഉണ്ട കണ്ണ് തന്നത് ലോകത്തിലുള്ളതെല്ലാം കാണാൻ വേണ്ടിയല്ല. ആമേൻ. പലരും ചിന്തിക്കുന്നത് എനിക്ക് 2 കണ്ണുള്ളത് കൊണ്ട് ഞാനത് എവിടെയും കാണും. പണ്ടൊരു ചെക്കൻ ആമേൻ പോലീസിൽ പിടിക്കപ്പെട്ടു. ആമേൻ സ്തോത്രം. ഈ മൊബൈൽ ക്യാമറയൊക്കെ ഇറങ്ങിയ സമയത്ത് അവന് ക്യാമറ ഫോണിൽ കിട്ടിയപ്പോൾ അവൻ ചിന്തിച്ചതാണ്, എനിക്ക് ഫോണിൽ ഒരു ക്യാമറ ഉള്ളത് കൊണ്ട്, എൻ്റെ അപ്പനിൽ നിന്ന് കട്ടെടുത്ത പൈസ കൊണ്ട് ഞാനത് വാങ്ങിയത് കൊണ്ട് ഞാൻ ഇത് എവിടെയും കൊണ്ടുപോയി വയ്ക്കും. ആ ഒരു ആവേശത്തിൽ അവൻ അപ്പുറത്തെ വീട്ടിലെ കുളിമുറിയിൽ കൊണ്ട് ആ ക്യാമറ ഫിക്സ് ചെയ്തു. അവൻ കയ്യോടെ അവനെ പിടിച്ചു സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്റ്റേഷനിൽ പോയെത്തിയപ്പോൾ അവൻ പറഞ്ഞതാണ്, എൻ്റെ ക്യാമറ, എൻ്റെ മൊബൈൽ ഫോൺ പിന്നെ ഞാൻ എവിടെ വെച്ചാൽ നിങ്ങൾക്ക് എന്താ? അന്ന് ഉച്ചത്തിൽ സംസാരിച്ചതാണ്. പാവം ചെക്കന് പെടലി ഉളക്കിയിട്ട് ഇപ്പം ശബ്ദം പുറത്തു വരുന്നില്ല. ഇതുപോലെയാ 2 കണ്ണ് നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞ് എല്ലാം കാണാനുള്ളതല്ല. ആമേൻ. ചെവി നിങ്ങൾക്കുള്ളത് എല്ലാം കേൾക്കുവാനുള്ളതല്ല. അപ്പോൾ ഇത് ലോകപ്രകാരമായി പോയില്ലേ എന്ന് ചോദിക്കും. അല്ല, ലോകത്തിലുള്ള ചെവി അടയുമ്പോൾ ഉയരത്തിലുള്ളവന്റെ ശബ്ദം നിങ്ങൾ കേൾക്കാം. ലോകത്തിലുള്ള കണ്ണടയുമ്പോൾ ഉയരത്തിലുള്ളവനെ നിങ്ങൾ കാണും. ലോകത്തിലോട്ട് വായടയ്ക്കുമ്പോൾ അപ്പനോട് നിങ്ങൾ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. നിങ്ങൾ ബൈബിൾ നോക്കി നോക്ക്. ആമേൻ സ്തോത്രം. ചുറ്റും ആരെയും നോക്കാനില്ല, പരപര നോക്കാനില്ല. ആമേൻ. എല്ലാവരും കൈവിട്ടു. ആമേൻ. പ്രതീക്ഷ മുഴുവനും പോയി. ആരുടെ? ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബോദിനഗോവിൻ്റെയും ജീവിതത്തിൽ. ആമേൻ. ലോകത്തിലേക്കുള്ള അവരുടെ കണ്ണടച്ചപ്പോ സ്വർഗത്തിലേക്കുള്ള കണ്ണ് തുറക്കപ്പെട്ടു. ദൈവത്തെ കണ്ടു തീക്കകത്ത്. ആമേൻ. ഹല്ലേലൂയ. ഹാഗർ നോക്കിയേ, വീട്ടിനകത്ത് കിടന്നു അടുക്കളയ്ക്കൊക്കെ നടന്ന് ചലവല അലച്ചുകൊണ്ട് നടന്ന പെണ്ണ്. സാറയ്ക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം അതാ, ഇവൾ നല്ല സ്മാർട്ടാണ്, കാര്യഗൗരവം ഉള്ളവളാണ്. ഇവളിൽ നിന്നൊരു തലമുറ എൻ്റെ ഭർത്താവിന് കിട്ടിയാൽ അവൻ നല്ല സ്മാർട്ടായി. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവളാ. അവളുടെ കലബല ശബ്ദം കൂടാരത്തിനകത്തുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ആ ശബ്ദം ആരും കേൾക്കുവാനില്ലാത്ത ബർശേബ മരുഭൂമിയിൽ ഒരിക്കൽ ആ നിലവിളിയുടെ ശബ്ദം ഉയർന്നപ്പോൾ അബ്രഹാം അല്ല കേട്ടത്, സാറ അല്ല കേട്ടത്, സ്വർഗത്തിലെ ദൈവം ആ ശബ്ദം കേട്ടുമെങ്കിൽ ലോകത്തിലേക്കുള്ള നിന്റെ വായടയുമ്പോൾ, ഹല്ലേലൂയ, ലോകത്തിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന നിന്റെ വായടയുമ്പോൾ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. കേൾവി അങ്ങനെ തന്നെ, ആമേൻ സ്തോത്രം. ചിലത് അടഞ്ഞേ പറ്റത്തുള്ളൂ, അടഞ്ഞേ പറ്റത്തുള്ളൂ. ആമേൻ സ്തോത്രം. പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നവർക്ക്, ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവർക്കറിയാം, ചില സമയത്ത് വല്ലാത്ത ആക്രമണങ്ങൾ കമന്റിൽ ഉണ്ടാകാറുണ്ട്. ആമേൻ. ഞങ്ങൾക്കത് സന്തോഷമാണ്. ആമേൻ. എന്നാൽ ഇത് ഇഷ്ടപ്പെടാത്ത ചിലരുണ്ട്. ഞങ്ങളെ ഏറെ സ്നേഹിക്കുന്ന ചിലരുണ്ട്, അമ്മയെ പോലെ കാണുന്ന ചിലരുണ്ട്, സഹോദരന്മാരെ പോലെ കാണുന്ന ചിലരുണ്ട്. അങ്ങനെ ഒരു കമന്റ് ആമേൻ ഞങ്ങളുടെ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നു. അത് കണ്ട് ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഇതിനു കൂടെ വല്ലതും തരണമേ. ആമേൻ സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങളായിരിക്കുമ്പോൾ ഒരു ആൻറ്റി ഫോണിൽ വിളിച്ചിട്ട്, മക്കളെ നീ കണ്ടില്ലേടാ അതെന്താ ഒരു കമൻ്റായിട്ട് കിടക്കുന്നത്? ആമേൻ സ്തോത്രം. അപ്പോൾ സ്തോത്രം, ഞാൻ വിചാരിച്ചു ഇത് എന്ത് പറ്റി. ഞാൻ ഓടി ആ വീഡിയോ കണ്ടുപിടിച്ച് കമൻറ്റിൽ കയറി നോക്കി. കമൻറ്റിൽ കയറി നോക്കിയപ്പോൾ നല്ല സംഭവങ്ങളാണ്, തായും പൂയും അങ്ങനെ വേണ്ട, പണ്ട് കേട്ടത് മുഴുവനും അങ്ങനെ ഉണ്ട്, അങ്ങനെ ഛർദ്ദിച്ചു വച്ചിരിക്കുക. ആമേൻ സ്തോത്രം. ഞാൻ അതുമായിട്ട് പ്രാർത്ഥനാ മുറിയിലേക്ക് പോയി. വല്ലതും കിട്ടണമെങ്കിൽ
ഒപ്പിച്ചെടുക്കണമല്ലോ. അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ ഫോൺ വിളിച്ചിട്ട് പറയുക, പാസ്റ്ററേ നിങ്ങളാണോ ഇങ്ങനെ മറുപടി എഴുതിയിരിക്കുന്നത്? ഞാൻ പേടിച്ചു പോയി. ഇതിനിടയ്ക്ക് ഇനി ദൂതനൊറ്റ വന്ന് എൻ്റെ ഫോൺ എടുത്ത് എഴുതിയോ? നോക്കിയപ്പോൾ ഞാൻ താഴെ പോയി നോക്കിയപ്പോൾ മുകളലത്തെ പായും പൂവൊന്നും അല്ല, അതിലപ്പുറം കായും പൂവായിട്ട് താഴെ ഒരു 1.5 പേജ് ഉപന്യാസം. ആമേൻ. ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, അവൻ ആരായിരുന്നാലും അന്ന് തന്നെ അവനും അവൻ്റെ കുടുംബവും മാനസാന്തരപ്പെട്ട് കാണും. അമ്മാതിരി തെറിവിളിയായിരുന്നു. അപ്പോൾ ഈ കണ്ടവർ വിചാരിച്ചത് ഞാൻ ഇട്ട കമൻ്റ് ആയിരിക്കുമെന്ന്. ആമേൻ, സ്തോത്രം. ഞാൻ ഉടനെ അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഇതിട്ട ആളിനെ വിളിച്ചു. ഉടനെ അവർ പറയുക, മക്കളെ അങ്ങനെയൊന്നും നമ്മൾ ക്ഷമിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, നമ്മൾ ദൈവമക്കളല്ലേ എന്ന് പറഞ്ഞ് എങ്ങനെ നമ്മൾ താഴും? ആമേൻ, സ്തോത്രം. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ നിങ്ങളുടെ പ്രശ്നം എന്താണ്? വീട്ടിലൊരു സമാധാനമില്ല. ഞാൻ പറഞ്ഞു, ഇത് തന്നെ കാരണം. ആമേൻ, ഒരു സമാധാനം ഉണ്ടാവത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഇത് തന്നെ, എന്ത് കേട്ടാലും അതിൻ്റെ മുമ്പേ 1.5 പേജ്. ആ അമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് കേട്ടോ. അമ്മേ നിങ്ങളൊരു കാര്യം ചെയ്യും, വെള്ളിയാഴ്ച ഒന്ന് കമൻ്റ് ഇടണേ. മക്കളെ ടൈപ്പ് ചെയ്താൽ വരത്തില്ല, അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ പോവും. ഞാൻ പറയണ അക്ഷരങ്ങളൊന്നും വരത്തില്ല, പക്ഷേ ആ ഉപന്യാസത്തിനകത്ത് ഒരൊറ്റ അക്ഷരം തെറ്റില്ലായിരുന്നു. ഹല്ലേലൂയ. ഒരു സാക്ഷ്യം ഇടാൻ പറഞ്ഞാൽ പറ്റത്തില്ല, ഉപന്യാസം എഴുതാൻ പറഞ്ഞാൽ അത് പറ്റും. ആമേൻ. പ്രിയരെ, നമ്മൾ കേൾക്കേണ്ട മാത്രം കേട്ടാൽ മതി. ആമേൻ. സഹനം തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. നമ്മൾ കേൾക്കേണ്ട മാത്രം കേട്ടാൽ മതി. ആമേൻ. ചിലത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങ് സഹിക്കാൻ പറ്റത്തില്ല. ഞാനിതിന് പ്രതികരിച്ചിട്ടേ അടങ്ങൂ. ആമേൻ, സ്തോത്രം. ഇങ്ങനെയാണോ സാധാരണഗതിയിൽ നമ്മൾ ജീവിക്കുന്നത്? ഇപ്പോൾ ഒരാൾ വന്നിട്ട്, നമ്മുടെ ഒരു പ്രിയ സ്നേഹിതൻ വന്നിട്ട് ഒരു പാത്രത്തിൽ കലക്കി വെച്ചിരിക്കുന്ന ഒരു പാനീയം തന്നു. നല്ല ഏകദേശം ഒരു കാപ്പിപ്പൊടി കളറൊക്കെ വരും, നമ്മുടെ കട്ടൻ കാപ്പിയുടെ കളറൊക്കെ വരും. അതിൻ്റെ അടുത്ത് സ്മെല്ലടിക്കുമ്പോഴത്തേക്ക് ഏകദേശം പേർക്ക് മനസ്സിലാകുന്ന ഒരു സ്മെല്ല് വരും, കുരുടാൻ്റെ സ്മെല്ല്. കുരുടാൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫ്യൂരുഡാൻ. ആളുകളൊക്കെ ഒരു കാലത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം. ഇത് കേൾക്കുന്ന ആരെങ്കിലും കുരുടൻ കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ നിങ്ങൾ നാണം കെട്ടുപോകും. ആമേൻ. അങ്ങനെ നാണം കെട്ടവർക്കൊപ്പം നിന്ന് ചമ്മി ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നിട്ടുണ്ട്. ആമേൻ. ഞങ്ങളൊരിക്കൽ ഞങ്ങളുടെ ഒരു വിശ്വാസിയുടെ, നെയ്യാറ്റിൻകരയുള്ള ഒരു വിശ്വാസി രാത്രി പ്രേമ നൈരാശ്യം മൂത്തിട്ട് അവൻ കുരുടാൻ കലക്കി കുടിച്ചു. ആദ്യത്തെ സ്റ്റെപ്പ് കുടിച്ചു, ശരിയാവുന്നില്ല. രണ്ടാമത് വീണ്ടും കുടിച്ചു. മൂന്നാമത് കുപ്പിയിലിരുന്നത് മുഴുവനും കുടിച്ചു. ഷോപ്പിൽ വിളിച്ച് ചോദിച്ചു, സാധനം അവിടെ സ്റ്റോക്കില്ല. കുറേ ആയിട്ട് അവന് ഛർദ്ദിക്കണമോ, അവൻ എണീറ്റ് നിൽക്കണോ, കിടക്കണോ ഒന്നും അറിയത്തില്ല, ചാവൊന്നുമില്ല. അവൻ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ലൈവ് ഇട്ടു, ഞാൻ കുരുടാൻ അടിച്ചതിനകത്തിരിക്കുകയാണ്, എൻ്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു തീരുമാനം എടുക്കുവാൻ കഴിയും. ഉടനെ കല്യാണ പെണ്ണ് കാര്യം അവൻ്റെ സഹോദരന്മാരെയൊക്കെ വിളിച്ച് പറഞ്ഞു, എൻ്റെ കല്യാണം നാളെ നടക്കാൻ പോവുകയാണ്, വേണമെങ്കിൽ ആ ചെറുക്കനെ എവിടെയെങ്കിലും എടുത്തോണ്ടിട്ട് രക്ഷീര്, നാളെ ഉച്ച കഴിഞ്ഞിട്ട് അവൻ ചത്താലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ സമാധാനത്തോടെ ജീവിക്കാം. ആ പെണ്ണിന് നല്ല ബോധം ഉണ്ടായല്ലോ. ആമേൻ. അപ്പോൾ നോക്കി അവരെയും എടുത്തുകൊണ്ട് നേരെ നെയ്യാറ്റിൻകരയിൽ നിന്ന് അവരെല്ലാവരും കൂടെ മെഡിക്കൽ കോളേജിൽ വന്നു. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി. അവൻ കുറേ നേരമൊക്കെ ഓടി നടന്നു, കുറേ കാപ്പിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ചെക്കൻ്റെ അമ്മ കരച്ചിലും നെഞ്ചത്തടിയുമായിട്ട് ഡോക്ടറെ അടുത്ത് നിൽക്കുക. അപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു സൈഡിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്, വിജി പിടിച്ചിട്ടുണ്ട്. ആമേൻ. ഈ ചെറുക്കം പോകുമ്പോൾ ഇവർ പോകുമെന്നുള്ളൊരു കണ്ടീഷനിൽ നിൽക്കുക. ഇവർ ഡോക്ടറെ അടുത്ത് പോയിട്ട്, ഡോക്ടറെ എൻ്റെ മോൻ രക്ഷപ്പെടുമല്ലോ? ഡോക്ടർ ഒരു ചിരി. ഡോക്ടർ ചിരിച്ചിട്ട് പറയാം, ഇവൻ ഈ പുരുടാൻ കൊണ്ട് ചോറ് വെച്ച് തിന്നാലും ഇവൻ മരിക്കത്തില്ല. കാരണം ഇത് മൊത്തം ഡ്യൂപ്ലിക്കേറ്റാണെന്ന്. മരിക്കത്തില്ല. അവന് നിൽക്കണോ കിടക്കണോ, എഴുന്നേക്കണോ ഇരിക്കണോ, പാവപ്പെട്ട ചക്കം. പിന്നെ അതുകൊണ്ടൊരു ഉപകാരമുണ്ടായി, ആ പെണ്ണിൻ്റെ കല്യാണത്തിന് അവൻ്റെ ശല്യം ഉണ്ടായില്ല. ആമേൻ, സ്തോത്രം. അപ്പോൾ സ്തോത്രം, ഇങ്ങനെ സ്തോത്രം നമുക്ക് വേണ്ടാത്ത സാധനമാണ് ഈ വിഷം. ആമേൻ, സ്തോത്രം. ഒരാൾ സ്നേഹത്തോടെ, ഇപ്പോൾ ജിജു ബ്രദറും ഞാനും കൂടെ നിൽക്കുന്നു, നമ്മൾ ഭയങ്കര സ്നേഹമാണ്. ആമേൻ. അപ്പോൾ ജിജു ബ്രദർ ഒരു ക്ലാസ്സിൽ കുറേ ഫ്രൂഡാൻ കലക്കി തന്നിട്ട്, പാസ്റ്റർ എനിക്ക് നിങ്ങളെ ഭയങ്കര സ്നേഹമാണ്, ഇന്നാ ഇത് കൂടി, ഇപ്പം സ്വർഗത്തിനകത്ത് നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടും എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ വാങ്ങിച്ച് കുടിക്കുമോ? നിങ്ങൾ ആരെങ്കിലും കുടിക്കുമോ? നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഈ കുരുടൻ കലക്കി നിങ്ങളുടെ കയ്യിൽ തന്ന വിഷം തന്നാൽ നിങ്ങൾ കുടിക്കുമോ? അതെന്താ കുടിക്കാത്തത്? അപ്പോഴുള്ള സ്വബോധത്തിന് കുഴപ്പമൊന്നുമില്ല. വഴിയെ പോണ ഒരു ചീത്ത വിളിച്ചാൽ വിടില്ല ഞാൻ. അവനെ തകർക്കും. നമുക്ക് വേണ്ടാത്ത എന്തിനാന്ന് എടുക്കുന്നത്? അതാ തോമാച്ചൻ്റെ ജീവിതത്തിലെ വിജയം. ചെവി അടച്ചു വെച്ചേക്ക്, ആവശ്യമില്ലാത്തതൊന്നും ഇങ്ങോട്ട് അല്ല, ആവശ്യമുണ്ടെങ്കിൽ അല്പം തുറന്നു കൊടുക്കണം. ആമേൻ. നമുക്ക് വേണ്ടത് മാത്രം തിന്നുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനകത്തിരിക്കുന്നത്. ആരുടെങ്കിലും നിർബന്ധത്തിനോ വേണ്ടാത്ത എന്തെങ്കിലും തിന്നുന്നത് കൊണ്ടല്ലേ, തിന്നാ പണിയും കിട്ടും. ആമേൻ. ഞങ്ങളുടെ മുത്തും തിന്നിട്ട് ഇതിനകത്തിരിക്കുക. ആമേൻ. അവനോ 2ാം ക്ലാസ്സിലെത്തിയപ്പോഴേ ഞാൻ മലയാളമൊക്കെ പഠിപ്പിച്ചിട്ട് വായനശാലയെ കൊണ്ടാക്കി. ആമേൻ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ തളരും. ഈ ഒരു ബേസിൽ അവനെ ഞാൻ കൊണ്ട് വായനശാലയിലാക്കി. അവൻ എന്ത് ചെയ്തു? വായനശാലയിലിരുന്ന് എന്താണ് അവൻ വായിച്ചത് എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ പിന്നീട് ബാലരമയൊക്കെ വായിച്ചു കൊടുത്ത് അവൻ വായിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ വായിച്ച്, ആമേൻ, ആ സ്തോത്രം, എന്താണ് ചെയ്തത്? ആ വായിച്ച അതിനൊരു പദമുണ്ടല്ലോ, അവൻ പുസ്തകം പുഴുവായി തിന്നു എന്ന് വെച്ചാൽ പുസ്തകത്തെ തിന്നാനായിട്ട് തുടങ്ങി. ആമേൻ. ഈ 2 ദിവസത്തിന് മുമ്പ് വയറ്റുവേദന വന്നപ്പോഴാണ് പറയുന്നത്, പുസ്തകത്തെ തിന്ന് ലുട്ടാപ്പിയെയും കുട്ടൂസനെയൊക്കെ തിന്ന് തുടങ്ങി അവൻ. ആമേൻ. സത്യമാണ് പറഞ്ഞ
അവൻ ബാലരമ തിന്നാൻ തുടങ്ങി, വായ്പ നിർത്തിയിട്ട് തിന്നാനായിട്ട് തുടങ്ങി. ഇനി അത് വയറ്റിനകത്ത് നിന്ന് എടുത്തു കളയണമെങ്കിൽ എന്ത് വിഷയം വേണമെന്ന് ഇനി അടുത്ത നാളെ ഡോക്ടറെ അടുത്ത് പോകുമ്പോഴറിയാം. ആമേൻ, സ്തോത്രം. ആമേൻ. അപ്പം നമുക്ക് വേണ്ടാത്തത് നമ്മൾ സ്വീകരിക്കാറില്ല, നമുക്ക് വേണ്ടാത്തത് നമ്മൾ നിരസിക്കുകയാണ് പതിവ്. സഹനത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്, നമുക്ക് വേണ്ടാത്തത് നമ്മൾ കൊണ്ട് നടക്കണ്ട. ആമേൻ. ഹാർട്ട് അറ്റാക്ക് വരുന്ന സാധനം കൊണ്ട് നടക്കരുത്. അവൻ കൊളസ്ട്രോൾ വരുന്ന സാധനം കൊണ്ട് നടക്കരുത്. ക്യാൻസർ വരുന്ന സാധനം തിന്നരുത്. ഇതൊക്കെ പറയുന്ന നമ്മൾ ഒഴിവാക്കേണ്ടതിന് ഒഴിവാക്കണം. വചനം പറയുന്നു, നാൾതോറും നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്നവനായ നല്ല കർത്താവ്. ആമേൻ. ഒരിക്കൽ കൂടി, എത്ര പേർക്ക് ആ ഒരു കർത്താവിന് ആവശ്യമുണ്ട്? അത് വെറും വാക്കല്ല, നിന്റെ ഭാരം ചുമക്കാൻ വേണ്ടിയാ, നിന്റെ ജീവിതത്തിലെ ഭാരം ചുമക്കുവാൻ വേണ്ടിയാ, നിന്റെ കഷ്ടത ചുമക്കുവാൻ വേണ്ടിയാ, നിന്റെ നിന്ന ചുമക്കുവാൻ വേണ്ടിയാ, നിന്റെ അപമാനം ചുമക്കുവാൻ വേണ്ടിയാ, നിന്റെ വേദന ചുമക്കുവാൻ വേണ്ടിയാ. എൻ്റെ യേശുവിൻ്റെ മേൽ നിന്റെ ഭാരമൊന്ന് ഇറക്കി വയ്ക്കുക, അവൻ ചുമന്നോളും. എന്നിട്ട് സന്തോഷമായിട്ടിരിക്കുക. ആമേൻ. ഇത് യേശുവിൻ്റെ മേൽ ഭാരം ഇറക്കി വെക്കത്തൂല്ല. അതിനെ വച്ചുകൊണ്ട് നടന്ന് ഹാർട്ട് അറ്റാക്കും വരുത്തിയിട്ട് യേശുവിനെ തെറിയും പറയും. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ചുമക്കാൻ പറ്റത്തില്ലെന്നേ. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ചുമക്കുവാൻ കഴിയുന്ന, ഒരു മനുഷ്യന് കൊണ്ടു നടക്കുവാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനപ്പുറം ഒന്നും ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ചുമക്കുവാനോ ചെയ്യാനോ കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആമേൻ, സ്തോത്രം. സഹിക്കുന്നത് എങ്ങനെയാണ്? ചിലത് യേശുവിൻ്റെ മേൽ ഇറക്കി വെക്കണം. ആമേൻ. ക്രൂശിൽ ഇറക്കി വെക്കണം, നിന്ന ക്രൂശിൽ ഇറക്കി വെക്കണം, അപമാനം ക്രൂശിൽ ഇറക്കി വെക്കണം. ആമേൻ, സ്തോത്രം. നമുക്ക് മുമ്പിൽ ദൈവം വാതിൽ നിശ്ചയമായും തുറന്നു തരും. തോമാച്ചനെ പോലെ, ത്രേസ്യാമ്മയെ പോലെ ഷോൾ വാങ്ങി വീട്ടിൽ കൂട്ടുവാനായിട്ട് കഴിയും. രണ്ടാമതായി വചനം പറയുന്നു, താക്കോൽ ഉണ്ട്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വാതിൽ തുറന്നു തരുവാൻ യേശുവിൻ്റെ കയ്യിൽ താക്കോൽ ഉണ്ട്. തുറന്നു തരും എന്നുള്ളത്, താക്കോൽ അഥവാ കിട്ടുവാൻ എന്താണോ വേണ്ടത് അത് യേശുവിൻ്റെ പക്കലുണ്ട്. മനസ്സിലായെന്ന് കരുതുന്നു. താക്കോൽ എന്ന വാക്കിൻ്റെ അർത്ഥം തുറന്നു കിട്ടുവാൻ എന്താണോ വേണ്ടത് അത് യേശുവിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് തുറന്നു തരുവാൻ എന്താണോ വേണ്ടത് അത് എൻ്റെ യേശുവിൻ്റെ കയ്യിൽ ഉണ്ട്. ആ താക്കോലുള്ളവൻ വിളിച്ചു പറയുന്നു, നിനക്ക് മുൻപിലുള്ള വാതിൽ അടയ്ക്കുവാൻ മനുഷ്യനോ പിശാചിനോ സാഹചര്യങ്ങൾക്കോ ദേശത്തിലെ മന്ത്രവാദികൾക്കോ കഴിയത്തേയില്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, മനുഷ്യനും പിശാചിനും മന്ത്രവാദിക്കും അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിനക്ക് മുമ്പിൽ എന്നേക്കുമായി അടഞ്ഞുപോയി എന്ന് നീ കരുതുന്ന വാതിലുകളെ തുറന്നു തരുവാൻ അധികാരമുള്ളവൻ, താക്കോലുള്ളവൻ എൻ്റെ കർത്താവ് നിനക്കൊപ്പമുണ്ട്. അവൻ വാതിൽ തുറന്നു തരും, അവൻ വഴി തുറന്നു തരും. അതേ നിങ്ങൾക്ക് മുമ്പിൽ എൻ്റെ യേശു വഴി വാതിൽ തുറന്നു തരും. നോക്കൂ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും 3 കാര്യങ്ങൾ. ആമേൻ, സ്തോത്രം. ഒന്ന്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവൻ നിങ്ങൾക്ക് മുൻപായി പോകും. എന്തിനാണ്? ആമേൻ, വഴി നിരപ്പാക്കുവാൻ, അഥവാ ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ, പ്രതികൂലങ്ങളെ നീക്കുവാൻ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് മുമ്പേ പോകുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ. അവൻ്റെ പിന്നാലെ പോകുവാൻ നീ തയ്യാറാണെങ്കിൽ നിശ്ചയമായും ഇന്ന് നീ കാണുന്ന ദുർഘടങ്ങൾ നിരപ്പായി മാറും. ഇന്ന് നീ കാണുന്ന പ്രതിസന്ധികൾ മാറും. ഇന്ന് നീ കാണുന്ന കഷ്ടത മാറും. ഇന്ന് നീ കാണുന്ന വെല്ലുവിളി മാറും. ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതികൂലത്തിന് അറുതി ഉണ്ടാകും. ആമേൻ. ദുർഘടങ്ങളെ വഴികളിലെ തടസ്സങ്ങളെ നിരപ്പാക്കി തരുവാൻ എൻ്റെ കർത്താവുണ്ട്. തീർന്നില്ല. വചനം പറയുന്നു, താമ്രവാതിലുകളെ. അർത്ഥം അന്ന് നിലവിലുണ്ടായിരുന്ന, ഏകദേശം യെശയ്യാ പ്രവാചകൻ ഈ വേദഭാഗം എഴുതുന്നത് ആമേൻ BC സ്തോത്രം 600-700 കാലഘട്ടത്തിന് ഇടയിലായിരിക്കും. ആമേൻ. അപ്പോൾ 2600 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും ബലവത്തേറിയ മെറ്റീരിയൽ താമ്രം. ആമേൻ, സ്തോത്രം. താമ്രത്തിന്റെ വാതിൽ. ആമേൻ. ഏറ്റവും ബലമുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് എവിടെയായിരിക്കും? ആമേൻ, സ്തോത്രം. കക്കൂസിലായിരിക്കുമോ ഏറ്റവും സ്തോത്രം ബലമുള്ള വാതിൽ ഉപയോഗിക്കുന്നത്? ഒരിക്കലുമില്ല. അവിടെ ഫൈബർ ഡോറ്. ആമേൻ. 1250 രൂപയ്ക്കുള്ള ഡോറ്. ആമേൻ, സ്തോത്രം. അടുത്ത് വീട്ടിലേക്ക് വന്നേ അടുക്കളയിലായിരിക്കുമോ? അല്ല. ആമേൻ. പിന്നെ ഏറ്റവും വിലപിടിപ്പുള്ളത് എവിടെയുണ്ടോ അവിടെ ഏറ്റവും ബലമുള്ള ഡോറ് കാണും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ അന്ന് നിലവറകളെ സൂക്ഷിക്കുവാനാണ് താമ്രവാതിലുകൾ. രാജാക്കന്മാർക്ക് ഒരുപാട് സമ്പത്തുണ്ട്. ആ സമ്പത്തുകൾ കൊണ്ട് കുന്നുകൂട്ടും. ആമേൻ. ആ വാതിലുകളെ അടച്ചു സൂക്ഷിക്കുന്നത്, ആ റൂമിനെ അടച്ചു സൂക്ഷിക്കുന്നത് താമ്രം കൊണ്ടുള്ള വാതിലുകളാണ്. വചനം പറയുന്നു, ആ വാതിലുകളെ ദൈവം പൊളിച്ചു തരും. നിന്റെ കണ്ണിന് മറച്ചു വെച്ചിരിക്കുന്ന സമ്പത്തിലേക്ക്, നിന്റെ കണ്ണിന് മറച്ചു വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിലേക്ക് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? വിശ്വസിക്കുന്നവർ
ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത വിധത്തിൽ നിനക്ക് മുമ്പിൽ നിന്റെ നന്മയ്ക്ക് വിരോധമായി, നിന്റെ അനുഗ്രഹങ്ങൾക്ക് വിരോധമായി നന്മകളെ അടച്ചു വച്ചിരിക്കുന്ന, ആവർത്തിച്ച് ആ വാക്ക് പറയട്ടെ, സമ്പത്തിനെ അടച്ചു വച്ചിരിക്കുന്ന ആ വഴിയെ യേശുവിൻ നാമത്തിൽ താങ്ക് ലോർഡ്, താങ്ക് യു ജീസസ്. ആമേൻ. സ്തോത്രം. തീർന്നില്ല. അമേൻ. സ്തോത്രം. താമ്രത്തെക്കാൾ അന്ന് അല്പം മാത്രമുള്ളതും അതിലും ബലമേറിയത് ഇന്നാണെങ്കിൽ പരിധി മാറി. ഇന്ന് ഇരുമ്പിന് പരിമിതിയില്ല. അന്ന് പരിധിയുണ്ട്. അതുകൊണ്ട് ഓടാമ്പലുണ്ടാക്കിയിടും. ആമേൻ. ഒരുത്തനും തുറക്കരുത്. വചനം പറയുന്നു അതിനെ ഖണ്ഡിക്കും. ആമേൻ. ദൈവം എന്ത് പറയുന്നു? അതിനെ ഖണ്ഡിക്കും. ആമേൻ. ചില ഓടാമ്പലുകളെ ദൈവം ഖണ്ഡിക്കും. ആമേൻ. നിനക്കും നിന്റെ നന്മയ്ക്കും തടസ്സമായി വാതിലുകളെ അടച്ചു ഉറപ്പിച്ചിരിക്കുന്ന ഓടാമ്പലുകളെ എൻ്റെ ദൈവം ഇന്ന് ഖണ്ഡിക്കും. നിന്റെ നന്മ നിന്നിലേക്ക് വരുന്നതിന് തടസ്സമായി, സമ്പത്ത് നിന്നിലേക്ക് വരുന്നതിന് തടസ്സമായി, അനുഗ്രഹങ്ങൾ നിന്നിലേക്ക് യേശുവിൻ നാമത്തിൽ. ആമേൻ. സ്തോത്രം. കർത്താവ് ആമേൻ ചിലത് തുറന്നു തരും. അതിനുവേണ്ടി പൊളിക്കേണ്ടതിനെ പൊളിക്കും. ആമേൻ. അതിനുവേണ്ടി തകർക്കേണ്ടതിനെ തകർക്കും. നിനക്ക് കാണുവാൻ കഴിയാതെ ശത്രു മറച്ചു വച്ചിരിക്കുന്നതിനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. കേൾക്കണമേ, ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയുടെ പ്രാരംഭ സമയത്ത് ഞങ്ങൾക്കൊരു മീറ്റിംഗ് ലഭിച്ചു. ആമേൻ. സ്തോത്രം. വളരെ ഞങ്ങളെ സന്തോഷിപ്പിച്ച ഒരു മീറ്റിംഗ് ആണ്. അന്ന് ഏകദേശം 1200 രൂപ കിട്ടുവാൻ സാധ്യതയുള്ള ഒരു മീറ്റിംഗ് ആണ്. ആമേൻ. സ്തോത്രം. ആ മീറ്റിംഗ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്തു. ഇന്ന് ഒരു 10 ലക്ഷം കിട്ടിയാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ ഞങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്തു. ബിസ്ക്കറ്റ് ഇത്ര വാങ്ങിക്കണം, പാൽ ഇത്ര വാങ്ങിക്കണം, എങ്ങനെ സൂക്ഷിച്ച് വെക്കണമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ പ്ലാനിങ് ഒരുപാടുണ്ടായി. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് അതിനൊപ്പം തന്നെ വലിയ മെസ്സേജും ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച് ആമേൻ ഞങ്ങൾ ഇരിക്കുക. ആമേൻ. ആ രണ്ട് സെക്ഷനുമായിട്ട് ഒരു 50 മീറ്റിങ്ങിനുള്ള കണ്ടന്റുമായിട്ട് ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ സ്തോത്രം, ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചായിരിക്കുമ്പോൾ ആ തുറന്നു കിട്ടിയ വാതിലിലൂടെ വരുന്ന നന്മയ്ക്കായി ഞങ്ങൾ കൊതിയോടെ നോക്കിയിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ സ്തോത്രം ആമേൻ സ്തോത്രം ഒരു തമാശ പറഞ്ഞ് ആ വാതിൽ അങ്ങ് അടപ്പിച്ചു. അവർക്കത് തമാശയായിരുന്നു, പക്ഷേ ഞങ്ങൾക്കത് ചങ്കത്ത് കൊണ്ട കത്തിയായിരുന്നു. ആമേൻ. ശ്രദ്ധിക്കണമേ, ആ വാതിലടച്ചു. ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. ആമേൻ. സ്തോത്രം. എന്നാൽ സ്തോത്രം ഇന്ന് ഈ സമയം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയട്ടെ, അതിനുശേഷം ദൈവം ഒരുപാട് വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തന്നു. ആ വ്യക്തിക്ക് അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ്റെ തമാശയ്ക്ക് അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ, അവളുടെ തമാശയ്ക്ക് അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ഒരു മനുഷ്യൻ്റെ തമാശയ്ക്ക് അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ ദൈവം നിനക്ക് മുമ്പിൽ ചില വാതിലുകളെ തുറന്നു തരും. ഒരുത്തൻ്റെ നിന്നയ്ക്ക് അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ഒരുത്തൻ്റെ ഗൂഢാലോചനയ്ക്ക് അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം വാതിലുകളെ തുറന്നു തരും. 3-ാമത്തെ ദൂതിലേക്ക് വേഗത്തിൽ കടന്നു വന്നാട്ടെ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആമേൻ, സാത്താന്റെ പദ്ധതികൾ നിന്റെ മുമ്പിൽ ജയിക്കത്തില്ല. കേൾക്കണമേ, സാത്താന്റെ പദ്ധതികൾ നിന്റെ മുമ്പിൽ ജയിക്കത്തില്ല. ആ ഭാഗം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമയം കുറവാണല്ലോ, വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. സാത്താന്റെ പള്ളിയിൽ നിന്ന് ചിലർ വന്നു. ആമേൻ. മീൻസ് പിശാചിനെ ആരാധിക്കുന്ന, പിശാചിനെ ഇഷ്ടം ചെയ്യുന്ന, പിശാചിൻ്റെ ആമേൻ സ്തോത്രം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ചിലർ ആമേൻ സ്തോത്രം ഈ സ്തോത്രം സഭയിലേക്ക് വന്നു എന്ന് വചനം പറയുന്നു. അഥവാ ഭക്തന്റെ ജീവിതത്തിലേക്ക് അങ്ങനെ ലോകപ്രകാരം ജീവിക്കുന്ന ചിലർ വരും. ആമേൻ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച്, നിങ്ങളുടെ കണ്ണുനീരിനുള്ള കാരണം അത് മാത്രമാണ്. ആമേൻ. ചിലർ വന്നത്, പുറത്തുനിന്ന് ചിലർ വന്നത്, ചിലർ ആമേൻ സാത്താനെ ആരാധിക്കുന്ന, ലോകപ്രകാരം ജീവിക്കുന്ന, ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പിന്നാലെ പോകുന്ന ചിലർ വന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കണ്ണുനീരിനും നിരാശയ്ക്കും വേദനയ്ക്കും കാരണമായി തീർന്നിട്ടുള്ളത്. എപ്പോഴും ശ്രദ്ധിച്ച്, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ തിരിച്ചറിയുക, പിന്നിൽ പിശാച് അയച്ച ഒരു വ്യക്തി ഉണ്ടാകും, അല്ലെങ്കിൽ പിന്നിൽ പിശാചിന്റെ ഇഷ്ടം നിവർത്തിക്കുന്ന ഒരു മനുഷ്യൻ കടന്നു വന്നിട്ടുണ്ടായിരിക്കും. ആമേൻ. വേദനപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ തിരിച്ചറിയുക, അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ ഞാൻ ദൈവപൈതലായതുകൊണ്ട് എൻ്റെ അടുക്കൽ അങ്ങനെ ആരും വരത്തില്ല. നിന്റെ അടുക്കലേ വരത്തുള്ളൂ. ആമേൻ. സ്തോത്രം. ലോകത്തിൽ നടക്കുന്നവനെയൊന്നും ആർക്കും ആവശ്യമില്ല. ദൈവത്തിനൊപ്പമുള്ളവരെയാണ് പിശാചിന് ആവശ്യം. ആമേൻ. സ്തോത്രം. അവൻ്റെ അടുക്കൽ നിശ്ചയമായിട്ടും വരും. എന്നാൽ വചനം പറയുന്നു, നീ അശക്തനായതുകൊണ്ട്, നിനക്ക് മുമ്പിൽ ഞാൻ വാതിലുകൾ തുറന്നു തരുന്നത് കൊണ്ട് ആ സാത്താന്റെ പദ്ധതി നിന്റെ മുമ്പിൽ തകരും. ആമേൻ. ഒരു സാത്താന്റെ പദ്ധതിയും നിന്റെ കണ്ണുനീരിന് കാരണമായ, നിന്റെ തകർച്ചയ്ക്ക് കാരണമായ, നിന്റെ ഭവനത്തിൽ നിന്നുയരുന്ന തീരാ നിലവിളിക്ക് കാരണമായ ഒരു സാത്താന്റെ പദ്ധതിയും നിന്നെ ജയിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ സാത്താന്റെ പദ്ധതികൾ നിന്റെ കാൽ കീഴിൽ തകരും. ലൂക്കോസ് 10:19 പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം, ശത്രുവിന്റെ തലയെ ചവിട്ടുവാൻ നിന്റെ കാലുകളെ അധികാരം
അധികാരം. ഓ യെസ്, യേശുവിൻ നാമത്തിൽ. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ശത്രുവിന്റെ തലയെ ചവിട്ടുവാൻ, ശത്രുവിന്റെ തലയെ തകർക്കുവാൻ നിന്റെ കാലുകൾക്ക് അധികാരം തരുന്ന ഒരു ദൈവമുണ്ട്. നീ ആലയത്തിൽ വന്നിരിക്കുന്നത് വെറുതെ അല്ല. നീ ആലയത്തിൽ വന്നിരുന്ന് കൈയടിക്കുന്നത് വെറുതെ അല്ല. നീ ആലയത്തിൽ വന്നിരുന്ന് ആരാധിക്കുന്നത് വെറുതെ അല്ല. നിന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്ക്. ആ ശത്രുവിന്റെ തല നിന്റെ കാൽ കീഴില, ആ സാത്താന്റെ തല നിന്റെ കാൽ കീഴ്. ഓ യാസ്രാധിയ ശഖാരധരെ ശന്ധാരകൻ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഒരു പിശാചിന്റെ പദ്ധതിയും ഒരു ദുഷ്ട മനുഷ്യന്റെ പദ്ധതിയും ഒരു ദുഷ്ട മനുഷ്യന്റെ ആലോചനയും, ഒരിക്കൽ കൂടി ആവർത്തിച്ച് വിളിച്ചു പറയട്ടെ, ഒരു ദുഷ്ട മനുഷ്യന്റെ ആലോചനയും ഒരു പിശാചിനാൽ പിടിക്കപ്പെട്ടവന്റെ ആലോചനയും നിന്റെ ജീവിതത്തിൽ നിറവേറുവാൻ, നിവർത്തിയാകുവാൻ എന്റെ ദൈവം ഹല്ലേലൂയ. അവർക്ക് അല്പശക്തിയേ ഉള്ളുവെങ്കിലും ആ ഭാഗം നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചത് ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. ആമേൻ, സ്തോത്രം. അവർ വിശ്വാസം കാത്തു, അവർ വചനം കാത്തു, അവർ ദൈവത്തോടൊപ്പം നിൽക്കുന്നു. ദൈവത്തോടൊപ്പം നിൽക്കുന്നവൻ പരാജയപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 16-18 വാക്യത്തിൽ ഈ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തേയില്ല. ഒരു പന്ന പിശാചിനും നിന്നെ ജയിക്കുവാൻ കഴിയത്തില്ലെന്നേ. സഹിക്കുന്ന നിന്നെ ജയിക്കുവാൻ, വാഗ്ദത്തത്തിലേക്ക് ഇറങ്ങി നിന്നെ ജയിക്കുവാൻ, പ്രാപിക്കുവാനായി ഇറങ്ങി തിരിച്ച് ആ വാശിയോടെ ആയിരിക്കുന്ന, ഞാനത് പ്രാപിച്ചിട്ടല്ലാതെ. യാക്കോബ് മാരനെ കേൾക്കുന്നുണ്ട്. യാക്കോബേ, ഈ യാബോക്ക് നിന്റെ ജയത്തിനുള്ളതാ. 1,85,000 കൊല്ലുന്ന ദൂതനും നിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ മുട്ടുമടക്കും. ഹല്ലേലൂയ. സർവചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവവും നിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നിനക്ക് സമീപം നിൽക്കും. ആമേൻ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. 4 വചനം പറയുന്നു, പരീക്ഷയിൽ നിന്ന് വിടുവിക്കും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 2 കാര്യങ്ങൾ കാണും. ഒന്ന്, നീ എൻ്റെ വചനം കാത്തു. തൊട്ടടുത്ത് കർത്താവ് പറയുക, എന്നാ നിന്നെ ഞാൻ കാക്കും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. എടാ, നീ എൻ്റെ വചനം കാത്തത് കൊണ്ട്, സഭയെ നീ എൻ്റെ വചനം കാത്തത് കൊണ്ട് വലിയ കഷ്ടത ഉണ്ടായി. 1-ാം നൂറ്റാണ്ടിലെ സഭ അനുഭവിച്ച കഷ്ടത, പീഡനം, നിന്ന. ആമേൻ, ഇതിൻ്റെ മധ്യത്തിലും വചനം വിട്ടൊരു കളിയില്ല. ദൈവത്തിൻ്റെ വചനം വിട്ടൊരു കളിയില്ല. ആമേൻ, എന്നെ കേൾക്കുന്ന പ്രിയരെ, സഭയ്ക്കകത്തായിരിക്കുമ്പോൾ ആമേൻ, നിങ്ങളുടെ വിശ്വാസവും ഉറപ്പും അത് മാത്രമായിരിക്കണം. ദൈവത്തിന്റെ വചനം വിട്ട് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല. ഇടത്ത് നിൽക്കുന്നവനെ നോക്കത്തില്ല, വലത്ത് നിൽക്കുന്നവനെ നോക്കത്തില്ല, മുമ്പേ നിൽക്കുന്നവനെ നോക്കത്തില്ല. എൻ്റെ അടിസ്ഥാനം ദൈവത്തിന്റെ വചനമായിരിക്കും. എൻ്റെ ദൈവത്തിന്റെ വചനം ഞാൻ കാക്കും. നീ ദൈവത്തിന്റെ വചനം കാക്കുമെങ്കിൽ ദൈവത്തിന്റെ വചനം നിന്നെ കാക്കും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. ആമേൻ. നോക്കൂ, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 31-32 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു ശീമോനെ വിളിച്ചു മാറ്റി നിർത്തിയിട്ട് പറയുക, ശീമോനെ നോക്കടാ, നിന്നെ പിശാച് ചോദിച്ചടാ നിന്നെ ഒന്ന് കയ്യിൽ കൊടുക്കാൻ, അവൻ പതിര് പാറ്റുന്നത് പോലെ പാറ്റിക്കളയട്ടെ എന്ന്. പക്ഷെ ശീമോനെ, ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. ആമേൻ, ഹല്ലേലൂയ. നീ വചനം കാത്തവനാ, നീ വെളിപ്പാട് പ്രാപിച്ചവനാ, നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. വചനം പാലിക്കുന്ന സഹോദര, ദൈവവചന പ്രകാരം ജീവിക്കുന്ന സഭയെ നിങ്ങളെ ദൈവം ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏത് സാഹചര്യത്തിന് മധ്യത്തിലും ഏത് അവസ്ഥയ്ക്ക് മധ്യത്തിലും ദൈവത്തിന്റെ വചന പ്രകാരം നിനക്ക് ജീവിക്കുവാൻ കഴിയുമെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിൽ അടിസ്ഥാനമിട്ട ഒരു ജീവിതം നിനക്കുണ്ടെങ്കിൽ, എൻ്റെ ദൈവം നിന്നെ കാക്കും, എൻ്റെ ദൈവം നിന്നെ കാക്കും. 5-ാമത്തെ ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 3:11 പറയുന്നു, അവൻ വേഗം വരും. എൻ്റെ കർത്താവ് വേഗം വരും. നീ ഇന്നായിരിക്കുന്ന കണ്ണുനീരിന്റെ അനുഭവത്തിൽ നിന്നെ വിടുവിക്കുവാൻ. അതെ, എൻ്റെ കർത്താവ് വേഗം വരും, എൻ്റെ കർത്താവ് വേഗം വരും. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, പ്രിയ കുഞ്ഞുമക്കളെ, പ്രിയ മാതാപിതാക്കളെ, എൻ്റെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല, നിങ്ങളെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അവൻ വേഗം വരും. നിന്റെ കണ്ണുനീർ മാറ്റുവാൻ, നിന്റെ വേദനയ്ക്ക് അറുതി വരുത്തുവാൻ, നിന്റെ നിരാശയ്ക്ക് യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചോട്ടെ. ആരും മൗനമായിരിക്കരുത്. എൻ്റെ യേശു വേഗം വരിക, എൻ്റെ യേശു വേഗം വരിക. ക്ഷാമകാലത്തിലും തന്നെ കാത്തിരുന്നവർക്ക് വേണ്ടി ബേത്ലഹേം സന്ദർശിച്ച ദൈവം, ലാബാന് മുമ്പിൽ തകർന്നു പോകാതിരിക്കുവാൻ, സ്തോത്രം, ലാബാന്റെ ആട്ടിൻതൊഴുത്തിലായിരുന്ന യാക്കോബിനെ സന്ദർശിച്ച ദൈവം, ഹല്ലേലൂയ. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ തേടി വന്ന ദൈവം. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, നിന്നെ തേടി വരിക. ആ രോഗത്തിൽ നീ തുടരാതിരിക്കുവാൻ, ആ പാപത്തിൽ നീ തുടരാതിരിക്കുവാൻ, ആ കഷ്ടതയിൽ നീ തുടരാതിരിക്കുവാൻ, ഒരു ഭ്രാന്തനെ പോലെ നീ അലയാതിരിക്കുവാൻ എൻ്റെ യേശു വേഗം വരിക. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക, യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് വേഗം വരണമേ. ഉച്ചത്തിൽ വിളിച്ചു പറയ്, യേശുവേ,
യേശുവേ, യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് വേഗം വരണമേ. യേശുവേ, എന്നെ നോക്കി, ഓ സ്തോത്രം, എൻ്റെ കഷ്ടതയുടെ മധ്യത്തിലേക്ക് വേഗം വരണമേ. യേശുവേ, ചൂളാളി കത്തുന്നുണ്ടപ്പാ. യേശുവേ, വെള്ളം പോകുന്നുണ്ട്. യേശുവേ, പ്രതിസന്ധി ഉയരുന്നുണ്ട്. യേശുവേ, രോഗം തീക്ഷ്ണമാകുന്നുണ്ട്. യേശുവേ, എനിക്ക് നിലവിളിക്കുവാൻ ശക്തിയില്ലാതാകുന്നു. യേശുവേ, എന്റെ ശബ്ദം കേൾക്കുവാൻ ആരുമില്ല. യേശുവേ, എന്നെ കാണുവാൻ ആരുമില്ല. യേശുവേ, എന്നെ അറിയുവാൻ ആരുമില്ല. യേശുവേ, നീ വേഗം വരണമേ. യേശുവേ, നീ വേഗം വരണമേ. ഞാൻ തലകുനിച്ചു പോകാതിരിക്കുവാൻ, ഞാൻ മരിച്ചു പോകാതിരിക്കുവാൻ, ഞാൻ മരിച്ചു പോകാതിരിക്കുവാൻ, ഞാൻ ഈ അവസ്ഥയിൽ തീർന്നു പോകാതിരിക്കുവാൻ, യേശുവേ, നീ വേഗം വരണമേ. നിലവിളിക്ക്. മുങ്ങിപ്പോയ പത്രോസിന് കൈ കൊടുക്കുവാൻ ഓടി വന്ന കർത്താവ്, നീ മുങ്ങിച്ചാകാതിരിക്കുവാൻ, നിന്റെ ജീവിതം നശിച്ചു പോകാതിരിക്കുവാൻ എൻ്റെ യേശു വേഗം വരിക, എൻ്റെ യേശു വേഗം വരിക. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, ഈ ജനത്തെ കിടക്കരകളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ, ഇവരുടെ രോഗക്കിടക്കയിൽ, ഇവരുടെ വേദനയുടെ അനുഭവത്തിൽ നല്ലത് കാണുവാൻ കഴിയാതെ നിലവിളിയും പരിവട്ടവുമായിരിക്കുന്ന സ്ഥാനത്ത് യേശുവേ, യേശുവേ, അങ്ങ് ഇവരെ സന്ദർശിക്കണമേ അപ്പാ. ഈ ആഴ്ച അങ്ങയുടെ വചനം പോലെ ഇവർക്ക് അനുഗ്രഹമാകുവാൻ, ഇവർക്ക് നല്ലത് സംഭവിക്കുവാൻ യേശുവേ, അങ്ങ് ഇവരെ സന്ദർശിക്കണമേ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ തീ തിന്നായിരിക്കുന്നവരുണ്ടപ്പാ, കണ്ണുനീരിലായിരിക്കുന്നവരുണ്ട് കർത്താവേ, നിന്ന സഹിച്ചായിരിക്കുന്നവരുണ്ടപ്പാ. യേശുവേ, അങ്ങ് സന്ദർശിക്കണമേ. യേശുവേ, അങ്ങ് സന്ദർശിക്കണമേ കർത്താവേ. ഈ ജനത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റിൻകര അമരവിളയിൽ മീറ്റിംഗ് ഉണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇൻഫോം ചെയ്യുക. കടന്നു വരുവാൻ കഴിവുള്ളവർ കടന്നു വരിക. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് സ്തോത്ര കാഴ്ചയുടെ സമയമാണ്. ഒരു പാട്ടിൻ്റെ ചില വരികൾ കൊയർ പാടും. ആ സമയം നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിന് കൊടുക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാപിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ എഴുന്നേൽക്കാം. ഈ ആഴ്ചത്തെ ഭവന പ്രാർത്ഥന വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് യബിയുടെ അമ്മയുടെ ഭവനത്തിൽ വെച്ചാണ്. അതായത് ആരുണ്യയുടെ വീട്ടിൽ വെച്ചല്ല, പൂങ്കുളം ജംഗ്ഷനിലാണ് അല്ലേ, എവിടെ വെച്ചല്ലേ, പൂങ്കുളം ജംഗ്ഷനിലാണ്. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായും വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ ഈ ആഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന ശശിയങ്ങളുടെ വീട്ടിൽ വെച്ചായിരിക്കും നടക്കുന്നത്. സെക്കൻഡ് സാറ്റർഡേ, ഈ ആഴ്ചയിലെ സെക്കൻഡ് സാറ്റർഡേ ശശിയങ്ങളുടെ വീട്ടിൽ വെച്ചായിരിക്കും പ്രാർത്ഥന നടക്കുന്നത്. എല്ലാവരും കടന്നു വന്ന് സഹകരിക്കുക. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ച് ആ നല്ല കർത്താവിനെ പാടി സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. യേശുവോട് ചേർന്നിരിപ്പാതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പാതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ, നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ, നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേതൻ കൂടെ വാഴാൻ എന്തു സാധ്യമോ, പാർക്കുന്നേതൻ കൂടെ വാഴാൻ എന്തു സാധ്യമോ. ശ്രേഷ്ഠമേറും നാട്ടിൽ എന്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. ശ്രേഷ്ഠമേറും നാട്ടിൽ എന്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ, കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ. വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. അന്നു തീരും എന്റെ കഷ്ടം ഇനി മഞ്ഞിലേ, അന്നു മാറി എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തീരും എന്റെ കഷ്ടം ഇനി മഞ്ഞിലേ, അന്നു മാറി എന്റെ ദുഃഖം
നിശ്ചയം തന്നെ. അന്നു തന്റെ ശുദ്ധരത്തു പാടിയാക്കുമേ, അന്നു തന്റെ ശുദ്ധരത്തു പാടിയാക്കുമേ. എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം, എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം. നല്ലവനെ വല്ലഭനെ പൊന്നുകാന്തനെ, അല്ല തീർക്കാനെന്നു വന്നു ചേർത്തിടുമെന്നെ. നല്ലവനെ വല്ലഭനെ പൊന്നുകാന്തനെ, അല്ല തീർക്കാനെന്നു വന്നു ചേർത്തിടുമെന്നെ. തുല്യമില്ല മോദത്തോടു വീണകളെന്തി, തുല്യമില്ല മോദത്തോടു വീണകളെന്തി. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി, ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വാർത്തിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വാർത്തിച്ചിടുന്നേ. ആശുതന്റെ കൂടെ വാഴം കാക്ഷിച്ചിടുന്നേ, ആശുതന്റെ കൂടെ വാഴം കാക്ഷിച്ചിടുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിന് ഉള്ളത്തില്ലെന്നും പാടാം. നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിന് ഉള്ളത്തിൽ എന്നും പാടാം. നല്ലവൻ വല്ലവൻ എൻ യേശു നല്ലവൻ, എന്നുമെന്നും മതിയായവൻ. നല്ലവൻ വല്ലവൻ എൻ യേശു നല്ലവൻ, എന്നുമെന്നും മതിയായവൻ. നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിന് ഉള്ളത്തിൽ എന്നും പാടാം. നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിന് ഉള്ളത്തിൽ എന്നും പാടാം. ചെങ്കടൽ സമമായി ശോധന വന്നാൽ ദൂതന്മാർ മുൻപേ പോകുന്നു. ചെങ്കടൽ സമമായി ശോധന വന്നാൽ ദൂതന്മാർ മുൻപിൽ പോകുന്നു. വിശ്വാസത്തോടെ ആജ്ഞാപിക്കുമ്പോൾ ചെങ്കടൽ പിളർന്നു മാറിടും. വിശ്വാസത്തോടെ ആജ്ഞാപിക്കുമ്പോൾ ചെങ്കടൽ പിളർന്നു മാറിടും. നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിന് ഉള്ളത്തില്ലെന്ന് പാടാം. നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിന് ഉള്ളത്തില്ലെന്ന് പാടാം. യെരിഹോ മതിലും മുൻപിൽ വന്നാലും യേശു എന്റെ മുൻപേ പോകുന്നു. യെരിഹോ മതിലും മുൻപിൽ വന്നാലും യേശു എന്റെ മുൻപേ പോകുന്നു. കലങ്ങിടാതെ പതറിടാതെ സ്തുതികളാൽ തകർന്നു വീഴും. കലങ്ങിടാതെ പതറിടാതെ സ്തുതികളാൽ തകർന്നു വീഴും. നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിന് ഉള്ളത്തിൽ എന്നും പാടാം. നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിന് ഉള്ളത്തിൽ എന്നും പാടാം. ദേഹം ദേഹി ആത്മാവും തളർന്നിടും വേളയും, ദേഹം ദേഹി ആത്മാവും തളർന്നിടും വേളയിൽ സ്തുതിഗീതങ്ങൾ പാടിടുവാൻ കർത്താവ് ബലം തന്നിടും. സ്തുതിഗീതങ്ങൾ പാടിടുവാൻ കർത്താവ് ബലം നൽകിടും. നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിന് ഉള്ളത്തിൽ എന്നും പാടാം. നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിന് ഉള്ളത്തിൽ എന്നും പാടാം. നല്ലവൻ വല്ലവൻ എൻ യേശു നല്ലവൻ, എന്നുമെന്നും മതിയായവൻ. നല്ലവൻ വല്ലവൻ എൻ യേശു നല്ലവൻ, എന്നുമെന്നും മതിയായവൻ. നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിന് ഉള്ളത്തിൽ എന്നും പാടാം. നന്ദിയ സ്തുതി പാടാം, എൻ യേശുവിന് ഉള്ളത്തിൽ എന്നും പാടാം. വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ.
ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതരേൽപ്പാൻ, സഭയുണരുവാൻ. ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതരേൽപ്പാൻ, സഭയുണരുവാൻ. ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലൻ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. യേശു മാറാച്ചവൻ, യേശു മാറാച്ചവൻ, യേശു മാറാച്ചവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാച്ചവൻ, യേശു മാറാച്ചവൻ, യേശു മാറാച്ചവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാച്ചവൻ, യേശു മാറാച്ചവൻ, യേശു മാറാച്ചവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാച്ചവൻ, യേശു മാറാച്ചവൻ, യേശു പ്രാർത്ഥിക്കുന്ന കർത്താവേ, അഭിഷേകത്തിന്റെ വലിയ ശക്തികൾ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പോരുകളും, എല്ലാ പോരാട്ടങ്ങളും, എല്ലാ ബന്ധനങ്ങളും വഴിയട്ടെ, എല്ലാ കെട്ടുകളും പൊട്ടോട്ടെ, 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 പൊട്ടോട്ടെ. എല്ലാ ശാപങ്ങൾ വിട്ടുമാറട്ടെ. നല്ലത് കാണുന്നതിന് തടസ്സമായി നന്മ പ്രാപിക്കുന്ന യേശു മാറാച്ചവൻ, യേശു മാറാച്ചവൻ, യേശു മാറാച്ചവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാച്ചവൻ, യേശു മാറാച്ചവൻ, യേശു മാറാച്ചവൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.